ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु के नाम की स्तुति हो। അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ ഷാർജയിലുള്ള നമ്മുടെ കൂട്ടായ്മയിലെ ദൈവമക്കളോടും കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ചേർന്ന് ദൈവവചനവുമായി നിങ്ങളുടെ മധ്യേ ആയിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ പ്രത്യേക സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. आशीष से भरा हुआ इस सांझ के समय के लिए प्रभु का धन्यवाद करता हूँ। शारजा के कलीसिया के साथ, वहाँ के प्रभु के दास परिवार के साथ और तमाम मंडली के साथ और एक बार ऐसा मौका प्रभु ने मेरे जीवन में प्रदान किया, उसलिए परमेश्वर का धन्यवाद करता हूँ। हालेलुया। അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ആ വഴിക്ക് തിരിയാതെ പരമാവധി സമയം ദൈവത്തിൽ നമുക്ക് ധ്യാനിക്കാവുന്ന കരുതുകയാണ്. बहुत से बातों को बताना है, लेकिन उस भाग को ना मोड़ते हुए अधिक समय परमेश्वर के वचन से मनन करना, ऐसा मैं विचार करता हूँ। ഞാൻ കർത്താവിന്റെ ദാസൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയം മുതൽ പല സന്ദർഭങ്ങളിലും ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. प्रभु के दास ने जब से इस मीटिंग के बारे में बताया, कई मर्तबा इस मीटिंग के लिए, इस संगति के लिए प्रार्थना किया। ആദ്യം ഒരു 4 ദിവസത്തേക്കാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ വെള്ളിയാഴ്ച ഒരു പകൽക്കാലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. पहले 4 दिन के लिए मुझे बताया गया था, लेकिन आज सुबह बताया गया कि जुम्मे का दिन और एक दिन एक्सटेंड किया गया। ഞാൻ ഈ ദിവസങ്ങളിലെ ഈ മീറ്റിങ്ങിന് വേണ്ടി ദൈവമക്കളുമായിട്ട് എന്താണ് പങ്കുവയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. इन दिनों में परमेश्वर के लोगों के साथ क्या बांटना है, इस विषय को सोचकर मैंने प्रार्थना किया। ഒരു 3-4 ഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് ഓരോ ദിവസങ്ങളായിട്ട് നമ്മളെ ധ്യാനിക്കുവാനുള്ള ഒരു ഗൈഡൻസ് ആണ് എന്റെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്നത്. 3-4 भागों में एक विषय को सोचने के लिए एक प्रेरणा मेरे अंदर पवित्र आत्मा ने दिया। ദൈവനുവദിച്ചാൽ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഓരോ രാത്രിയിലും തുടരാം. വെള്ളിയാഴ്ച പകൽ കൊണ്ട് ആ ഭാഗം പൂർത്തീകരിക്കാമെന്ന് എനിക്ക് കരുതുകയാണ്. परमेश्वर की इच्छा हो, परमेश्वर की मार्गदर्शन के अनुसार एक एक भाग को, एक एक रात को हम करेंगे और जुम्मे के दिन ये सबको समाप्ति में हम ले आएंगे। എല്ലാം ഒരു സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചല്ല, വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഫണ്ടമെന്റലായിട്ട്, അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഹൃദയത്തിൽ കരുതേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നത്. सब एक विषय नहीं होगा, लेकिन अलग अलग 3 भाग होगा, लेकिन खासकर हमारे जो बुनियादी बातें हैं जिसके बारे में हमको ध्यान देना है, उस विषय में बात करेंगे। ഇന്ന് ഞാൻ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വിഷയത്തെ കുറിച്ച് അത് എത്രമാത്രം ദൈവഹിതമാണെന്ന് പിന്നെയും എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ആശങ്കയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. आज जो विषय के बारे में बात करना है वो कितना आज सही होगा, इसके बारे में मेरे मन में एक आशंका हुआ, मैं वो सोच रहा था। അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യം പ്രാർത്ഥിച്ച പ്രിയ ബ്രദറും പ്രിയ സിസ്റ്ററും ആരാണെന്ന് എനിക്ക് വ്യക്തമായില്ല. അവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയ്ക്കകത്ത് ഒരേ സ്വരത്തിൽ ആ സബ്ജക്റ്റ് കയറി വരുവാനിടയായി തീർന്നു. और ऐसे समय में आज प्रार्थना का जब आरंभ किया, जिस भाई ने और बहन ने प्रार्थना किया, उस समय में दोनों के मुंह से ये विषय मैंने सुना। അപ്പോൾ ഇതൊരു ദൈവഹിതമായിട്ട് ഞാൻ അവിടെ കാണുകയാണ്. तो ये परमेश्वर का हित है, ऐसा मैं समझता हूँ, देखता हूँ। തുടർന്ന് ദൈവജനം ധ്യാനിക്കുന്ന കൂട്ടത്തിൽ ആ കാര്യം കൂടുതലായിട്ട് നമുക്ക് ഓർക്കാം. ദൈവത്തിന് സ്തോത്രം. और आगे परमेश्वर के वचन को मनन करते समय उस भाग को हम और ज्यादा याद करेंगे। അത്യാവശ്യം വേദഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഈ രാത്രി മീറ്റിങ്ങുകളിൽ വായിച്ചു കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. बहुत जरूरी वचनों को हम पढ़ेंगे आज रात काल, अधिकांश वचनों का केवल अंक बताकर मैं आगे बढ़ूंगा। അതുകൊണ്ട് ദൈവമക്കൾ ഒന്നുകിൽ ഇത് റെക്കോർഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തെടുത്താൽ തന്നെയും ചിലപ്പോൾ നിങ്ങൾ വീണ്ടും അത് കേൾക്കണമെന്നില്ല. കേൾക്കുന്ന സമയത്ത് വാക്യം എടുത്ത് നോക്കാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരണമെന്നുമില്ല. നമ്മളെല്ലാം പല തിരക്കിനകത്ത് നിൽക്കുന്നവരാണല്ലോ. ആകയാൽ നിങ്ങൾ ഏതെങ്കിലും നിലയിൽ ഇന്ന് രാത്രി ഒത്തില്ലെങ്കിൽ നാളെ മുതൽ ഈ വചനഭാഗങ്ങള് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. इसलिए क्योंकि हम जल्दी आगे बढ़ेंगे, ये अच्छा होगा अगर हो सकता है आज रात की ये मीटिंग का आप रिकॉर्ड कर लें, लेकिन रिकॉर्ड करने के बावजूद भी बहुत कम होता है कि हम वापस जाकर उस रिकॉर्डिंग को सुनते हैं। इसलिए बेहतर होगा अगर आज ना हो सके तो कल का जो आने वाली जो मीटिंग है, जो भी रेफरेंस दिया जाएगा, वो आप लोग अगर किसी पेपर में या बुक में लिख कर रखते हैं तो आप लोग के लिए उपयुक्त होगा।
ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 2 ഭാഗങ്ങളിൽ നിന്നാണ്. आज रात का हम जो मनन करना इच्छा करते हैं लूका का सुसमाचार में से 2 भाग. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു हमारा यीशु मसीह തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ अपने सामूहिक सेवकाई के समय തന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥനയെ കുറിച്ചുള്ള 2 ഉപമകൾ പറയുവാനിടയായിട്ടു. अपने चेलों को प्रार्थना के बारे में 2 दृष्टांत बताए. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായവും 11-ാം അധ്യായത്തിലുമായി കിടക്കുന്ന കർത്താവ് പറഞ്ഞ 2 പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഉപമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. लूका का सुसमाचार 18 और लूका का सुसमाचार 11, ये दोनों भागों में यीशु मसीह ने जो प्रार्थना का दृष्टांत दिया उस बारे में हम चिंता करेंगे. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകതയാണ്, ശുശ്രൂഷയുടെ പ്രത്യേകതയാണ്, വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ താൻ പഠിപ്പിക്കുമ്പോൾ അത് കൂടുതലും ലളിതമായ ഉപമകളിലൂടെ കർത്താവ് സംസാരിക്കാറുണ്ട്. हमारी यीशु मसीह का एक खासियत था, जो भी गंभीरता की बातों को बताते थे बहुत ही सरलता से वो समझाते थे. ഇവിടെ നമ്മുടെ പ്രാർത്ഥനയിൽ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ 2 പ്രാർത്ഥനാ വിഷയത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. यहाँ पर हमारे प्रार्थना में जो बुनियादी बातें होना है उसका 2 विषयों को यहाँ उल्लेख किया है. ഈ വിഷയത്തിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് അതിന്റെ ആഴം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി ഇങ്ങനൊരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് നല്ലതാണ്. इस विषय में के गंभीरता को समझने के लिए उसकी गहराई में जाने से पहले ये ऐसा सवाल अपने आप से करना अच्छा होगा. കർത്താവിന്റെ വേലയിൽ അനേക ദൈവമക്കളെയും കർത്തദാസന്മാരെയും പരിചയപ്പെടുമ്പോൾ परमेश्वर की सेवकाई में बहुत से मसीह लोगों को और लोगों को जब हम भेंट करते ദൈവത്തിന്റെ വചനം ആഴത്തിൽ ഗ്രഹിക്കുന്നവരും കർത്താവിനെ വളരെ ശക്തമായി സ്നേഹിക്കുന്നവരുമാണ്. परमेश्वर का वचन गहराई से समझने वाले और प्रभु यीशु मसीह से प्रेम रखने वाले लोग हैं. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ വളരെ താല്പര്യമുള്ളവരും ആഗ്രഹമുള്ളവരുമാണ്. परमेश्वर के वचन के आधार पर जीने की इच्छा रखने वाले और रुचि रखने वाले लोग हैं. എന്റെയും കൂടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. आपके भी जीवन के अनुभव से कुछ बातों को जो समझा है उसको बताना चाहते हैं. ആമേൻ. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്കും ദൈവവചനത്തിന്റെ പ്രകാശനങ്ങൾക്ക് ഒത്തവണ്ണം ആത്മീയമായിട്ട് അങ്ങോട്ട് ഉയരുവാനും വളരുവാനും പലർക്കും കഴിയുന്നില്ല. लेकिन ऐसा होने के बावजूद भी आत्मिक जो वरदान हमने पाया है, जो सामर्थ्य हमने पाया है, उसके अनुसार एक आत्मिक उन्नति या बढ़ोतरी हमारे जीवनों में नहीं होता. ആമേൻ. ഇത് എന്തുകൊണ്ടാണ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ 2 ഉപമകളിൽ കൂടെ കർത്താവ് വ്യക്തമാക്കുന്നു. और ये क्यों है और हमें क्या करना है, इन दोनों दृष्टांतों के जरिए यीशु मसीह हमें बताते हैं. ഇവിടെ 11-ാം അധ്യായത്തിൽ അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 11 लूका रचित सुसमाचार 11वें अध्याय उसका 5 से आगे जब हम पढ़ते हैं, പ്രാർത്ഥനയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക കാര്യം അവിടെ ഓർപ്പിക്കുക. प्रार्थना में जो एक विषय शामिल होना है उसके खास बारे में लिखा है. സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ അത് വായിപ്പിക്കുന്നില്ല. 11-ാം അധ്യായത്തിന്റെ 5 മുതൽ അതിന്റെ 13 വരെയുള്ള വാക്യങ്ങളാണ്. 11 अध्याय का 5 से लेके 13वें आयत तक. समय की कमी के कारण पढ़ते नहीं. ആ പാസേജിന്റെ രത്ന ചുരുക്കം ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. और इसका जो समरी है वो ऐसा है. ഒരു മാന്യ സ്നേഹിതന്റെ ഭവനത്തിൽ അർദ്ധരാത്രി സമയത്ത് തന്റെ മറ്റൊരു സ്നേഹിതൻ അത് വീട്ടിൽ കയറി വന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ രാത്രിയിൽ വിളമ്പുവാൻ ഭക്ഷണമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു താൻ. एक मित्र के घर में दूसरा एक मित्र आधी रात को आते हैं और उसके पास परोसने के लिए खाना नहीं होता. ആ സമയം താൻ പെട്ടെന്ന് തന്റെ ആ വന്നു കയറിയ സ്നേഹിതന് വേണ്ടിയിട്ട് ഭക്ഷണം ചോദിച്ചുകൊണ്ട് തന്റെ അടുത്തുള്ള വീട്ടിൽ തന്റെ മറ്റൊരു സ്നേഹിതന്റെ അടുക്കിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണും. और उस समय वो मित्र जो है
अपने आए हुए मित्र को खाना देने के लिए अपने दूसरे एक मित्र के पास जाता है, ये वहां की पृष्ठभूमि है। അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ചില തടസ്സങ്ങളും ഉപാധികളും പറയുകയുണ്ടായി. और वहां जब जाते हैं तो थोड़ी रुकावट होता है और वो थोड़ी शर्तें रखता है। തന്റെ വാതിൽ അടച്ചിരിക്കുന്നു, തന്റെ കുഞ്ഞുങ്ങൾ തന്റെ കൂടെ കിടന്നുറങ്ങുന്നു, ഇപ്പോൾ എഴുന്നേറ്റ് തരുവാനായിട്ട് തനിക്ക് ധാരാളം തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ കുറിച്ചൊക്കെ താൻ പറയുവാനിടയായിട്ട് द्वार बंद है, बच्चे मेरे साथ सोए हैं, अब आधी रात को उठकर देने के लिए मुश्किल है, ऐसे बहुत सी बहानों को उसने बताया। എന്നാൽ തന്റെ ഭവനത്തിൽ വന്ന ആ സ്നേഹിതന് വേണ്ടിയിട്ട് ഈ സ്നേഹിതൻ താൻ ഏത് ഭവനത്തിൽ ചെന്നോ ആ സ്നേഹിതന്റെ വാതുക്കൽ അദ്ദേഹം എന്തെല്ലാം തടസ്സങ്ങൾ പറഞ്ഞിട്ടും ആ വീടിന്റെ വാതുക്കൽ ലജ്ജ കൂടാതെ മുട്ടിച്ചുകൊണ്ടിരുന്നു എന്ന് അവിടെ വായിക്കും. लेकिन ये मित्र जो है वो उसका मित्र ने जो बात भी उससे कहा, दरवाजा बंद है, फिर भी बिना लज्जित हुए द्वार को खटखटाकर वहीं पर खड़ा रहा, ऐसा हम पढ़ते हैं। അങ്ങനെ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം താൻ എഴുന്നേറ്റ് അദ്ദേഹത്തിന് 3 അപ്പം ചോദിച്ച സ്ഥാനത്ത് വേണ്ടുവോളം കൊടുത്തു എന്ന് അവിടെ വായിക്കുന്നു. और क्योंकि वो बिना लज्जित हुए कटकटाता रहा, इसलिए हम वहां पढ़ते हैं जहां पर 3 रोटी पूछा था, वो मित्र उठकर जितना चाहिए उतना उसे दे देता है। ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, അതിന്റെ 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സ്വർഗസ്ഥനായ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ധന്യദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്നോട് പറയും. तो उसके बाद 13वें आयत में यीशु मसीह कहते हैं, सो जब तुम बुरे होकर अपने लड़के वालों को अच्छी वस्तुएं देना जानते हो, तो स्वर्गीय पिता अपने मांगने वालों को पवित्र आत्मा क्यों न देगा। ആ അവസാന ഭാഗം ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്ന് പറയും. 13वें अध्याय का दूसरा भाग फिर वर्तमा पढ़ना चाहूंगा, तो स्वर्गीय पिता अपने मांगने वालों को पवित्र आत्मा क्यों न देगा। ഇതിനെ കുറിച്ച് ദൈവം അനുവദിക്കുന്ന പോലെ ഞാൻ വിവരിക്കാം. എന്നാൽ അതിനു മുമ്പ് ഇനി 18-ാം അധ്യായത്തിലെ ഉപമയിലേക്ക് കൂടെ നമുക്കൊന്ന് കടന്നു വരാം. ഇത് രണ്ടും കൂടെ ഏകോപിപ്പിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി. और परमेश्वर जैसा मुझे प्रकाशन देता है उसके अनुसार हम इसके बारे में विस्तार से सोचेंगे, लेकिन उसके पहले 18वें अध्याय में जो दृष्टांत है वो भी हम देखेंगे। दोनों को मिलकर आज हमको मनन करना है। ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ അതിന്റെ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഈ വായിക്കേണ്ടത്. लूका का सुसमाचार 18वां अध्याय उसका 1 से लेके 8 तक हमारा ये विषय होगा। അതും ദൈവമക്കൾ ഇപ്പോൾ വായിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അതിന്റെ സംഗ്രഹം പറയാനായിട്ട് ആഗ്രഹിക്കുക. वो भी पूरा पढ़ना नहीं चाहेंगे, केवल उसका सारांश मैं अभी बताता हूँ। അത് ഈ 18-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള 17-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. और उस 18वें अध्याय में प्रवेश करने के पहले 17वां अध्याय के आखिरी भागों को भी साथ मिलाकर पढ़ेंगे तो अच्छा होगा। ദൈവവചനം ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ദൈവമക്കൾ നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ സംസാരിക്കുന്നത്. परमेश्वर के कलाम को गहराई से पढ़ने के लिए रुचि रखने वाले लोग हमारे बीच में है, इसलिए मैं इस तरह से बताता हूँ। ആ 17-ാം അധ്യായത്തിന്റെ ആ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചാണ് കാണുന്നത്. और वहां पर 17वें अध्याय के आखिरी भाग में जब हम होते हैं तो अंत के समय के विषयों के बारे में हम देखते हैं। ആ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ 17-ാം അധ്യായ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു, ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന് പറയും. और उसको कहने के बाद आखिरी जगह पर कहा है कि जहां पर शव होगा वहां पर जो है उकाब होंगे। ആ വിഷയം ഞാൻ ഇപ്പോൾ അധികം വിവരിക്കുന്നില്ല, ഒരു വാക്കൊന്ന് തൊട്ട് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുക. उस विषय में ज्यादा बताना नहीं चाहूंगा, बस एक बात को छू कर निकलना चाहूंगा। ആ ഭാഗം നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. और आने वाले दिनों में अगर समय होता है तो परमेश्वर अनुमति देता है तो उस विषय में से हम सोचेंगे.
അവസാന ഭാഗത്തെ ശവമുള്ളിടത്ത് കഴുക്കൽ കൂട്ടുമെന്ന് പറഞ്ഞിട്ടാണ് 18:1 കർത്താവ് തുടങ്ങുന്നത്. तो जहाँ पे मृतक होंगे वहां पर गिद्ध यानी वल्चर होगा, ऐसा कहकर वहां पर यीशु मसीह वहां पहले आयत को शुरू करते हैं। അതിന്റെ അർത്ഥം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ഒരു കഴുകൻ ശവത്തിന് വേണ്ടി എത്രമാത്രം ആർത്തിയോടെ കാത്തിരിക്കുന്നോ അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ആർത്തിയോടെ ദൈവമക്കൾ കാത്തിരിക്കണമെന്നാണ് കർത്താവ് അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്, ആ വാക്കിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. वो 17वां अध्याय का आखिरी आयत का जो मतलब है वो इतना ही है, जिस तरह से एक गिद्ध लाश के फिराक में होता है, इंतजार करता है, उसी तरह से मनुष्य जो है यीशु मसीह की आगमन के लिए उतना ही इच्छा और रुचि के साथ हमको इंतजार करना है, बाढ़ जोना है। അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ ആർത്തിയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറയുക. और इस तरह से परमेश्वर की आगमन के लिए ताकते हुए मसीह लोग कुछ विषयों के लिए न थकते हुए, हिम्मत न छोड़ते हुए प्रार्थना करना है, ऐसा यीशु मसीह कहता है। അതെന്താണെന്ന് ഈ ഉപമയ്ക്കകത്ത് കർത്താവ് വിവരിക്കുന്നുണ്ട്. और वो क्या है इस दृष्टांत में यीशु मसीह बताते हैं। ആമേൻ. ആ ദൃഷ്ടാന്തം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു രത്ന ചുരുക്കമായി. और उसका सारांश ऐसा बताना चाहेंगे। ആമേൻ. ഒരു രാജ്യത്ത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. एक नगर में परमेश्वर से ना डरने वाला और मनुष्य की परवाह ना करने वाला एक न्यायी था। ആ രാജ്യത്ത് തന്നെ, ആ ദേശത്ത് തന്നെ ഒരു സാധുവായ വിധവ സ്ത്രീയും പാർത്തിരുന്നു. और उसी नगर में एक विधवा भी रहती थी। ആമേൻ. ആ വിധവ സ്ത്രീയെ ഏതോ ഒരു വ്യക്തി ഏത് സമയവും വന്ന് അലട്ടിക്കൊണ്ടിരുന്നു. और उस विधवा को एक आदमी आकर हमेशा परेशान करता। ആ വിധവ ഈ ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആ പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. और ये विधवा उस न्याय के पास आकर कहता है कि मेरा न्याय चुकाना और मुझे मदद करना। എന്നാൽ അദ്ദേഹം ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ട് നാളുകളായിട്ട് ആ സ്ത്രീ അലട്ടിക്കൊണ്ടിരുന്നിട്ടും ആ മനുഷ്യൻ യാതൊരു നിലയിലും അനുകൂലമായി പ്രതികരിച്ചില്ല. क्योंकि वो न्यायी परमेश्वर से नहीं डरता था और ना तो लोगों का परवाह करता था, ये स्त्री बार बार गुहार करने के बावजूद भी उसने कोई भी वहां पर एक्शन नहीं लिया। എന്നാൽ ആ സ്ത്രീ ആമേൻ അതെ അത് വകവയ്ക്കാതെ പിന്നെയും പിന്നെയും ആമേൻ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ട്, लेकिन फिर से वो स्त्री बार बार क्योंकि उसे परेशान करते रही, ആമേൻ അദ്ദേഹം ഇനിയും ഇവൾക്ക് വേണ്ട കാര്യം ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൾ എന്നെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയെ പ്രതിക്രിയ നടത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ വിധവയെ രക്ഷിച്ചുവെന്ന് അവിടെ പറയുന്നു. अब अगर मैं इसके लिए काम नहीं करूंगा तो ये मुझे बहुत सताएंगी और मुझे मारेगी, ऐसा कहते हो हम देखते हैं जो व्यक्ति उसे सताता था उसके खिलाफ कार्रवाई करके उससे उस स्त्री को वो बचाता है। ഈ ഉപമ കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതിന്റെ 7-ാം വാക്യം 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. और इस दृष्टांत से यीशु मसीह क्या उद्देश्य रखते थे ये उसके 7 और 8वें आयत में हम देख सकते हैं। ആമേൻ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പലരും അവിടം വരെ വായിച്ചിട്ട് ആ ഭാഗം പലപ്പോഴും നിർത്തിക്കളയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അടുത്ത ഭാഗം കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അതിങ്ങനെ വായിക്കുന്നു, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞു. सो क्या परमेश्वर अपने चुने हुओं का न्याय न चुकाएगा जो रात दिन उसकी दुहाई देते रहते हैं, और क्या वह उसके विषय में देर करेगा? मैं तुमसे कहता हूं वह तुरंत उनका न्याय चुकाएगा। और आगे, तो भी मनुष्य का पुत्र जब आएगा तो क्या यह पृथ्वी पर विश्वास पाएगा? ये भी पद उसके साथ पढ़ना है। ആമേൻ. ഈ രണ്ട് ഉപമകളിലും കൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ഈ ഭാഗം ഞാൻ ഒന്ന് സംഗ്രഹിച്ച് പറയാൻ ആഗ്രഹിക്കുക. और ये दोनों भागों में, दोनों दृष्टांत में जो यीशु मसीह कहना चाहते थे उसको मिलाकर कहना चाहूंगा। ആമേൻ. അത് 11-ാം അധ്യായത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവ സന്നിധാനം
തുടർമാനമായി ലജ്ജ കൂടാതെ ദൈവത്തെ മുട്ടിച്ചുകൊണ്ടിരിക്കണം. 11वें अध्याय में परमेश्वर चाहते हैं कि कुछ विषयों के लिए हमें परमेश्वर के पास बिना लज्जित होते हुए, शर्मिंदगी ना होते हुए लगातार उसके लिए विनती करते रहना है. 18ാം അധ്യായത്തിൽ പറയുന്നു, ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കണം. और 18वें विषय में कहना चाहते हैं कि कुछ विषयों के लिए निरंतर हमको प्रार्थना करते रहना है. ഇന്ന് രാത്രി നമ്മൾ പഠിക്കുന്ന ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് രണ്ട് വാക്കുകൾ നമ്മൾ മറന്നു പോകരുത്. നിരന്തരമായ പ്രാർത്ഥന, ലജ്ജ കൂടാതെയുള്ള പ്രാർത്ഥന. आज रात काल हम जो पढ़ाई करेंगे उसमें दो लफ्ज को आप भूलना नहीं. एक जो है निरंतर करने वाली प्रार्थना और दूसरा बिना लज्जित हुए करने वाला प्रार्थना. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. हम सब प्रार्थना करने वाले लोग हैं. നമുക്ക് ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. തുടർമാനമായി പ്രാർത്ഥിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. हमें बहुत से प्रार्थना का विषय है, निरंतर प्रार्थना करने वाली बहुत से विषय है. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ വിഷയം, നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ഇടയിൽ എത്ര പേരുണ്ട്? ലജ്ജ കൂടാതെ അതേ മുട്ടിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? लेकिन आज रात काल परमेश्वर के सामने निरंतर प्रार्थना करने वाले ऐसे कितने लोग हैं, और निर्लज्ज होकर बिना लज्जा के, बिना शर्मिंदगी की प्रार्थना करने वाले कितने लोग हैं. ആമേൻ. തുടർന്ന് തിരുവചനം ധ്യാനിക്കുമ്പോൾ ആ നിലയിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അത് നിർത്താതെ വീണ്ടും അങ്ങനെ തന്നെ അതിന്റെ 100% മറുപടി ലഭിക്കുന്നത് വരെ തുടർന്നു കൊണ്ടിരിക്കണം. और परमेश्वर का वचन को आगे मनन करते समय आपको लगता है आप ऐसे करने वाले हो, तो आगे भी इसको जारी रखना. 100% उसका उत्तर मिलने तक उस विषय के लिए ऐसा ही आगे भी प्रार्थना करते रहना. ആമേൻ, ആമേൻ. എന്നാൽ ഇതുവരെ ഈ കാര്യങ്ങൾക്ക് വേണ്ട പോലെ ഗൗരവം കൊടുത്തിട്ടില്ലാത്തവർ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി മുതൽ അത് ആരംഭിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. लेकिन अभी तक इन विषयों को आपने ऐसा प्रार्थना करने के लिए शुरू नहीं किया है, वैसे प्रिय लोगों को याद दिलाना चाहूंगा, आज रात ही से आपको इस तरह से प्रार्थना करने का आरंभ करना है. അമേ, ഞാൻ ആ വിഷയത്തിലേക്ക് കയറി വിശദീകരിച്ചു കൊള്ളാം. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, 1 കൊരിന്ത്യർ 15:52 പറയുന്നത് പോലെ, ഒരു ദൈവവൈതൽ ഏത് സമയം കർത്താവ് തന്റെ സഭയെ ചേർത്താലും ഈ ഭൂമിയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് കടന്നു പോകേണ്ട വ്യക്തികളാണ്. पहली कोरिन्थी 15वां अध्याय उसका 52 में जैसा लिखा है, परमेश्वर की कलीसिया हमेशा तैयार रहना है, जब भी प्रभु आएगा उस समय तुरंत उसके साथ जाने के लिए. ആമേൻ. ഒരു പക്ഷേ കർത്താവ് വരാൻ അല്പം കൂടെ താമസിച്ചു എന്ന് വെച്ചാലും നമ്മൾ ആ നിലയിൽ ആലസ്യപ്പെടരുത്. ചിലപ്പോൾ നമ്മുടെ മരണം ഏത് സമയം വേണമെങ്കിലും സംഭവിക്കാം. अगर यीशु मसीह का आगमन में थोड़ी देर हो जाती है, तब भी हमें लापरवाही नहीं बरतना है, क्योंकि हमारी मृत्यु, हमारी मौत कभी भी हो सकता है. ദൈവമക്കളായ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത് मसीह लोगों का सबसे बड़ी आशा और उम्मीद जो है, ആമേൻ, ഞാൻ ഏത് സമയം ലോകത്തുനിന്ന് മരണം വഴി മാറ്റപ്പെട്ടാലും എന്റെ കർത്താവിന്റെ പറുദീസയിൽ കർത്താവിനോടൊപ്പം എനിക്ക് എത്തിച്ചേരണമെന്നുള്ളതാണ്. मैं किसी भी समय मृत्यु के दौरान इस दुनिया से अगर हट भी जाऊं, तो किसी भी रीति से मेरे परमेश्वर के साथ उस विश्राम स्थल में प्रवेश करना है, ये मेरी इच्छा है. അല്ല, എന്റെ മരണത്തിന് മുമ്പ് തന്നെ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ കടന്നു വന്നാൽ വിശുദ്ധന്മാരോടുകൂടെ കർത്താവിനോടുകൂടെ നിത്യ കൂട്ടായ്മയിൽ എത്തിച്ചേരണമെന്നുള്ളതാണ്. नहीं, अगर मेरे मृत्यु के पहले यीशु मसीह आ जाते हैं, तो वो हजारों की तादाद में भक्त लोगों के साथ मैं भी साथ में उठा लिया जाऊंगा और मेरे परमेश्वर के साथ में वास करूंगा. ये मेरी आशा और उम्मीद है. ആമേൻ. അപ്പോൾ ചേർത്ത് പറഞ്ഞാൽ ഒന്നുകിൽ പറുദീസയിൽ എത്തണം, അല്ലെങ്കിൽ കർത്താവിന്റെ വിശുദ്ധന്മാരുടെ നിത്യതയിൽ ചേർക്കപ്പെടാനിടയായിത്തീരണം. तो अगर संक्षेप में कहे, या तो मुझे मेरे विश्राम स्थल में पहुंचना है, नहीं तो पवित्र लोगों के साथ उस स्वर्ग में मुझे पहुंचना है. ഇതിനെക്കാട്ടി വലിയ ഒരാഗ്രഹം, ഒരു പ്രത്യാശ നമുക്ക് വേറൊരു വിഷയത്തിലും ഉണ്ടായിരിക്കരുത്, വേണ്ട. इससे बड़ी या इससे बढ़कर एक आशा, एक इच्छा, एक चाहत और किसी भी विषय में हमको नहीं होना चाहिए. അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ, ആമേൻ,
ദൈവസഭയിൽ അതിനോട് ബന്ധപ്പെട്ട കർത്താവിന്റെ വരവിന് വേണ്ടി തങ്ങളെ തയ്യാർ ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ലജ്ജ കൂടാതെ ദൈവസഭയിൽ മുട്ടിക്കുന്നവരുമായിരിക്കണം. तो ऐसे परमेश्वर के आगमन के लिए इंतजार करने वाले, बाढ़ जोगने वाले, ताक रखने वाले लोगों के लिए अपने आप की तैयारी करते हुए, अपने आप को तैयार करते हुए, अपने आप को ऐसे ही आगे बढ़ाने के लिए बिना लज्जित होकर प्रार्थना करना और निरंतर प्रार्थना करने का विषय उनके जीवन में होना है. ആമേൻ, ആമേൻ. ആ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ തുടർന്ന് പറയാൻ പോവുകയാണ്. अब वो प्रार्थना का विषय क्या है वो मैं कहने वाला हूं. നാം കർത്താവിന്റെ വരവിന് വേണ്ടി അതേ തയ്യാറായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ हम परमेश्वर की आगमन के लिए जब तैयार होते हैं, അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിരുദിനെ തെറ്റിക്കുവാനായിട്ട് നമുക്ക് എതിരെ ഒരു വ്യക്ത ശത്രുവായ പിശാചുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. और ऐसे जब तैयारी हम करते हैं तो हमारे आगे रखा हुआ प्रतिफल को हटा देने के लिए हमारे खिलाफ विरोध में काम करने वाला एक बैरी है, इसे नहीं भूलना. ആമേൻ. അവൻ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ആത്മീയ നിലവാരത്തിൽ നമ്മൾ എത്തിക്കാതെ ഏതെങ്കിലും പാപങ്ങളിൽ നമ്മളെ വീഴ്ത്തി നമ്മൾ പാപങ്ങളുടെ മേൽ പൂർണ്ണ ജയമില്ലാത്ത വ്യക്തികളായിരിക്കണമെന്നുള്ളതാണ് അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. परमेश्वर जो अपेक्षा करता है उस उन्नति को ना पाते हुए किसी भी तरह कोई ना कोई पाप में गिरकर हम लोग विफल हो जाए, ये शैतान हमारे बारे में इच्छा करता है. ഇവിടെ 18-ാം അധ്യായത്തിൽ പറയുന്ന ആ സാധുവായ വിധവയെ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രതിയോഗി എന്നതുപോലെ यहाँ 18वें अध्याय में उस विधवा को वहां पर परेशान करने वाला, सताने वाले उस व्यक्ति की तरह ആമേൻ നിരന്തരമായി നാം ജയമെടുക്കാതെ വണ്ണം നമുക്കെതിരെ പോരാടുന്ന ആമേൻ ശത്രുവിന്റെ പ്രവർത്തനങ്ങളുണ്ട്. निरंतर हम जिस पर जय पा नहीं सकते, ऐसे हमारे खिलाफ होने वाले शैतान की लड़ाई है. ആമേൻ. അതെ, നിരന്തരമായ ആമേൻ ഒരു ശല്യമാണ് അവൻ നമുക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. तो निरंतर एक परेशानी वो हमारे खिलाफ करता रहता है. ആമേൻ, ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതെങ്കിലും ഒരു പാപത്തിനകത്ത് കൂടെ കൂടെ വീഴ്ത്തുക എന്നുള്ളതാണ് അവൻ നമുക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. और वो जो कार्य हमारे खिलाफ करता है, किसी भी तरह से कोई एक पाप में हमको बार बार गिराया जाए. അപ്പോൾ നിരന്തരമായി നമ്മളെ ശല്യം ചെയ്യുന്ന നമ്മുടെ ശത്രുവിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു വിക്ടറി, ഒരു വിടുതൽ ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. तो ऐसा निरंतर हमें परेशान करने वाले शैतान के चिंगुल से एक छुड़ाई और उस पाप के ऊपर जय हमको चाहिए. ആമേൻ. സമയമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വന്നതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമായിരിക്കുന്ന ചില പാപങ്ങളെ കുറിച്ചുള്ള വേദഭാഗങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താമായിരുന്നു. समय होता तो हम लोग विश्वास करके उद्धार पाके बपतिस्मा पाकर पवित्र जीवन जीते समय जो पाप हमारे जीवन में आ सकते थे, उन पापों के बारे में आपको वचन के द्वारा मैं परिचित करा था. ഞാൻ ആ റെഫറൻസ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു വിടാം, നിങ്ങൾ നോട്ട് ചെയ്താൽ നന്നായിരുന്നു. रेफरेंस में बताता हूं, आप लोग लिख लेना, अच्छा होगा. മർക്കോസിന്റെ സുവിശേഷം 7:20 മുതൽ 21 വരെ. मरकोस 7 उसका 20 से लेके 21 तक. ഗലാത്യ ലേഖനം 5:19 മുതൽ 21 വരെ. गलातियों की पत्री 5 उसका 19 से लेके 21 तक. എഫേസ്യ ലേഖനം 5:1 മുതൽ 5 വരെ. एफेसियों की पत्री 5 का 1 से लेके 5 तक. 1 കൊരിന്തി 6:9 മുതൽ 10 വരെ. पहली कोरिन्थी 6 का 9 से लेके 10 तक. കൊലോസ്യ ലേഖനം 3:5. कोलोसियों की पत्री 3 का 5. കൊലോസ്യ ലേഖനം 3:8 മുതൽ 9 വരെ. कोलोसियों की पत्री 3 का 8 से लेके 9 तक. 1 യോഹന്നാൻ 2:16. पहला यूहन्ना 2 का 16. വെളിപ്പാട് പുസ്തകം 21:8. प्रकाशित वाक्य 21 का 8. വെളിപ്പാട് പുസ്തകം 22:15. प्रकाशित वाक्य 22 का 5. ഇനി പഴയ നിയമത്തിലെ ആ 10 കൽപ്പനകൾ കൂടെ ഇതിന്റെ കൂടെ ചേർക്കുക.
अब पुराना नियम का वो 10 नियमों को भी आप इसके साथ जोड़ ले। പുറപ്പാട് ദിവസം 20:1 മുതലും निर्गमन 20 का 1 से लेके ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലുമായി और व्यवस्था विवरण उसका 5वां अध्याय ആ 10 കൽപ്പനകൾ ഒന്ന് വിശദീകരിച്ച ഈ ഉപവാസ പ്രാർത്ഥന ദിനങ്ങളിൽ പ്രത്യേകമായി പഠിക്കണം. और उन 10 कल्पनाओं को इस उपवास प्रार्थना के समय विस्तार से पढ़ लेना. അത് ഉപവാസ പ്രാർത്ഥന തീർന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ധ്യാനിക്കണം. और उपवास की प्रार्थना समाप्त होने के बाद भी बीच बीच में इसका मनन करना. പുതിയ നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ 10 കൽപ്പനകൾ എങ്ങനെ നിൽക്കുന്നു എന്ന് നമ്മൾ ധ്യാനിക്കണം. नया नियम के आधार पर उन 10 कल्पनाएं कैसे हैं उसको हमें पढ़ना है. പലരും 10 കൽപ്പന എന്ന് പറഞ്ഞു വിടാറുണ്ട്. 10 കൽപ്പനകൾ ചിലപ്പോൾ കാണാതെ പറഞ്ഞെന്ന് വരും. പലരും അത് ഗ്രഹിക്കുന്നില്ല വേണ്ടതുപോലെ. कई लोग 10 कल्पनाएं ऐसे बार बार कहते हैं और हृदयस्थ भी करते हैं, लेकिन वो क्या है वो कोई नहीं जानता. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ ആ 10 കൽപ്പനകളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ചാപ്റ്റർ കംപ്ലീറ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. व्यवस्था विवरण उसमें 5वां अध्याय में वो 10 नियमों के बारे में, कल्पनाओं के बारे में जो लिखा है, पूरा अध्याय पढ़ना अच्छा होगा. ഇന്ന് രാത്രി നമ്മുടെ ധ്യാന ഭാഗം പ്രധാനമായിട്ട് 10 കൽപ്പന എന്നുള്ള ഭാഗം അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ ആ ഭാഗം വിടട്ടെ. और आज रात कल क्योंकि हमारा मनन का विषय वो 10 कल्पनाएं नहीं है, ऐसा कहकर उस भाग को मैं छोड़ता हूं. എങ്കിലും എന്റെ ഉള്ളിൽ ഒരു ഉദ്യമനം നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരു വാക്ക് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. लेकिन क्योंकि मेरे अंदर एक उद्देश्य है, इसलिए मैं एक बात बताना चाहूंगा. ആമേൻ. ആ 10 കൽപ്പനകൾ പറയുന്ന 2 ഭാഗങ്ങളിലും ഒരു കാര്യം പറഞ്ഞിട്ടാണ് 10 കൽപ്പനകളെ കുറിച്ച് കർത്താവ് പറയാൻ തുടങ്ങുന്നത്. ये दोनों ही 10 नियमों को, कल्पनाओं को देने के पहले एक बात को कहकर परमेश्वर ने इन कल्पनाओं को दिया. അതിങ്ങനെയാണ്, അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദൈവമായ യഹോവ ഞാനാകുന്നു. बंधुभाई घर में मिस्र से तुझे बाहर निकालने वाला परमेश्वर वो मैं हूँ എന്ന് പറഞ്ഞിട്ടാണ് ഞാനല്ലാതെ അങ്ങനെ ഇവനെ കൊണ്ടാകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പനകൾ പറയാൻ തുടങ്ങുന്നത്. और ऐसे कहने के बाद मेरे अलावा और कोई परमेश्वर तेरा ना हो, इस तरह से वहां आरंभ किया गया. അപ്പോ ആ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ കൊണ്ട് യഹോവയായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് ദൈവം എന്താണ് ഉദ്ദേശിച്ചത്? तो वो बंधुभाई में से या उस मिस्र से तुझे बाहर निकाल के लाया हुआ वो परमेश्वर मैं हूँ, ऐसा कहने से परमेश्वर ने वहां क्या उद्देश्य किया? ഇനി ഞാൻ പറയാൻ പോകുന്ന കൽപ്പനകളിൽ ഏതെങ്കിലും അനുസരിക്കുന്നതിന് നിനക്കൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തന്ന വ്യക്തിയാണ്, ദൈവമാണെന്നുള്ള കാര്യം നീ മറക്കരുതെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. उसका मतलब ये था, अगर तू इसमें से कोई उल्लंघन करता है, मैंने तेरे लिए क्या किया था इस विषय को तू भूलना नहीं, ये परमेश्वर का मंशा था. ഈ പശ്ചാത്തലത്തിലാണ് റോമാലേഖനം 12-ാം അധ്യായം നിൽക്കുന്നത്. और इसी आधार पर रोमर की पत्री 12वां अध्याय है. 12-ാമത്തെ 1-ാം വാക്യത്തിൽ കർത്താവ് വളരെ ഗൗരവമായ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പിന്നീടുള്ള നിബന്ധനകൾ പറയുന്നത്. रोमर की पत्री 12 का 1 में भी इसी तरह से एक शर्त को बताने के बाद परमेश्वर ने वहां पर आगे लिखा है. ആമേൻ. അതിങ്ങനെയാണ് തുടങ്ങുന്നത്, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. इसीलिए भाइयों मैं तुम्हें परमेश्वर की दया स्मरण दिलाकर विनती करता हूँ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു പറഞ്ഞ് പിന്നെ നിബന്ധനകൾ ധാരാളം പറയുന്നു മുന്നോട്ട്. कि अपने शरीरों को जीवित और पवित्र और परमेश्वर के भावना के हुआ बलिदान करके चढ़ाओ, यही तुम्हारी आत्मिक सेवा है. ऐसे कई बातों को आगे लिखा गया है. ആ നിബന്ധനകൾ പറയുന്നതിന് മുമ്പ് ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും 10 കൽപ്പനയ്ക്ക് മുമ്പ് പറഞ്ഞ സമാനമായ ഒരു വാക്കാണ് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ അരുളി ചെയ്തത്. और वहां पर वो लिखने से पहले निर्गमन में और व्यवस्था विवरण में जो पवित्र आत्मा ने लिखा था, उसी बात को भी दोहराकर यहाँ पर ये बातों को लिखा गया. അതിങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. और वो ये है कि मैं परमेश्वर की दया स्मरण दिलाकर जो तुमसे विनती करता हूँ. എന്താണ് ദൈവത്തിന്റെ മനസ്സലിവ്? परमेश्वर की वो दया क्या है? പാപികളായ നമുക്ക് വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ കാൽവരിൽ ക്രൂശിൽ തകർത്ത് കളയുവാൻ അവിടുന്ന് ഇഷ്ടം തോന്നിയതാണ് ദൈവത്തിന് നമ്മളോട് തോന്നിയ ഏറ്റവും വലിയ മനസ്സലിവ്. हम जो पापी थे, हमको बचाने के लिए, उद्धार करने के लिए कालवरी के सलीब पर परमेश्वर ने जो अपने एकलौते पुत्र को दे दिया, यही परमेश्वर हमारे लिए किया हुआ सबसे बड़ी दया का काम है.
ആ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ സ്നേഹിച്ച ദൈവത്തിന്റെ വചനമാണ് നിന്നോട് പറയുന്നത്. നീ അനുസരിക്കുന്നതിൽ ആലസ്യം കാണിക്കില്ലെന്നാണ് അവിടെ പറയുന്നത്. उस परमेश्वर जिसने अपने एकलौते पुत्र को सलीब पर मरने के लिए दे दिया, उस परमेश्वर के प्रेम में तुझे याद दिलाता हो, तुझे आज्ञा को पालन करने में कोई आलस नहीं होना चाहिए। അതുകൊണ്ടാണ് യേശുപ്പച്ചൻ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കുക. इसीलिए यीशु मसीह ने कहा, जो मुझसे प्रेम रखता है वो मेरी आज्ञाओं को मानता है। സ്നേഹിച്ച് പ്രമാണിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അന്ത്യം വരെ നിലകൊള്ളാൻ കഴിയത്തുള്ളൂ. प्रेम करके जो आज्ञा मानता है वो ही आखिर तक दृढ़ रुक सकता है। നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം മാറിപ്പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അത് കൂടുതൽ വിവരിക്കുന്നില്ല. हम जो विषय सोच रहे हैं उससे हम भटक जाएंगे, इसलिए अधिक इसमें से बात नहीं करना चाहूंगा। സ്നേഹത്തിന് ഭയമില്ല. प्रेम में डर नहीं है, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. और जो बुरा प्रेम है वो डर को निकाल फेंकता है। അപ്പോൾ ദൈവത്തിന്റെ ഏത് കൽപ്പനകൾ പ്രമാണിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുമ്പോഴും ആമേൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടിനെ വകവയ്ക്കാതെ ആ കൽപ്പനകളെ അനുസരിക്കാൻ കഴിയണമെങ്കിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തു ചെയ്തു തന്നവനാണ് ഈ കൽപ്പന എനിക്ക് തന്നിരിക്കുന്നതെന്ന് ഓർത്താൽ മതി. तो परमेश्वर की अगर किसी भी आज्ञा को पालन करने के लिए मुझे मुश्किल होता है, मुझे तकलीफ लगता है, तो बस मुझे इतना स्मरण करना है, मेरे परमेश्वर ने मेरे लिए क्या किया है, उस विषय को मुझे याद करना है। പറഞ്ഞതിനുസാരം कहने का तात्पर्य, ആമേൻ ആ ദൈവ സ്നേഹത്താൽ നിറഞ്ഞു നിന്നുകൊണ്ട് उस परमेश्वर के प्रेम में भरते हुए, ആമേൻ ഇവിടെ വായിച്ചു കേട്ടതായ 7-8 ആ വാക്യങ്ങൾ അല്ലെങ്കിൽ ആ വാക്യഭാഗങ്ങൾ നമ്മൾ സമയമെടുത്ത് ശാന്തമായിട്ട് ധ്യാനിച്ച് ഇതിൽ എത്ര പാപങ്ങളുടെ മേൽ എനിക്ക് പൂർണ്ണ ജയമുണ്ടെന്ന് ഒരു സ്വയശോധന നമ്മൾ നടത്തണം. यहाँ पर हमने बताया हुआ 9-10 जो रेफरेंस बताया उसको पढ़कर इसमें से कितना पापों के ऊपर मुझे जय मिला है, इसका हमें एक विश्लेषण करना है, अपने आप को जांचना है। ആമേൻ അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ മുഴുവനും ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനങ്ങൾക്കകത്ത് പറയുന്ന കാര്യമാണ്. और यहाँ पर बताया गया तमाम बातें कलीसिया को लिखा हुआ पत्रों में शामिल किया गया बातें। സ്നാനപ്പെട്ട കൃപയിൽ വന്നു കഴിഞ്ഞാലും ഈ വക കാര്യങ്ങൾ എല്ലാത്തിനുമേലും നമുക്ക് വേഗത്തിൽ ജയം ലഭിക്കണമെന്ന് ഇല്ല. तो बपतिस्मा लेकर मन फिराकर कलीसिया के साथ जुड़े होकर रहने के बावजूद इन तमाम पापों के ऊपर हमें पूर्ण जय हो, ये जरूरी नहीं। ആമീൻ. എന്നാൽ ജയം ലഭിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. लेकिन हमें जय मिलता है उसलिए परमेश्वर की महिमा हो। ആമീൻ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തോറ്റി കിടക്കുന്നവരാണ് എന്നെ കേൾക്കുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല സംസാരിക്കുന്നത്. और ये तमाम बातों को जो हमने सुना उसमें आप लोग विफल हैं, ऐसा सोचकर मैं ये नहीं बताता। ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റിനകത്ത് നമ്മളെ അതെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ വിരുദിനെ തെറ്റിക്കുവാൻ തക്കണം നമുക്കെതിരെ നിരന്തരമായി അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയുണ്ട്. एक नहीं तो दूसरे तरीके से हमें विफल करने के लिए, हमारे जय को निकाल देने के लिए, हमें हरा देने के लिए अंतरिक्ष में काम करने वाले ऐसे अंधे का शक्ति है, ताकत है, इसको नहीं भूलना। ആ ശക്തി ഈ ലോകത്തെ സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ ജഡത്തെ സ്വാധീനിച്ചുകൊണ്ട് ആ തെറ്റുകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാൻ തക്കവണ്ണം അവൻ സർവ്വ പ്രവൃത്തികളും അവനെ കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യും. और वो शक्ति संसार के द्वारा और हमारे शरीर के द्वारा हमारे ऊपर प्रेरणा और प्रभाव डालकर किसी भी तरह से हमको भटकाने की पूर्ण कोशिश अपनी ताकत से वो करता है। ഇത് കേട്ടിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. इसे सुनकर हमें डरने की बात नहीं है। ആമീൻ. ഈ വിഷയങ്ങളുടെ മേൽ സ്വയമായി ജയമെടുക്കുവാൻ നമുക്ക് കഴിയത്തില്ലെന്നുള്ള സത്യവുമാണ്. और इसके ऊपर हम अपने आप से जय पा नहीं सकते, ये एक वास्तव है। അവിടെയാണ് ദൈവത്തിന്റെയും ദൈവാത്മാവിന്റെ ശക്തിയുടെയും ആവശ്യം നമുക്ക് വരുന്നത്. और वहां पर परमेश्वर की आत्मा की मदद हमको चाहिए। ഇപ്പോൾ നമ്മുടെ സഹോദരനും സഹോദരിയും പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം നിങ്ങളെ ഓർപ്പിക്കാൻ പോവുകയാണ്. अब वो भाई और बहन ने जो प्रार्थना किया उस विषय को मैं आप लोगों को स्मरण दिलाना चाहता हूँ। വാത്സല്യ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് താൻ ഇങ്ങനെ പറയുകയുണ്ടായി. भाई ने जब प्रार्थना किया कुछ बातों को बताने के बाद उन्होंने ऐसा बोला। താൻ പറഞ്ഞ ആ വാക്ക് ഞാൻ അതുപോലെ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ മുമ്പിൽ നിന്നൊരു പേപ്പറിൽ ഞാൻ ഇവിടെ കുറിച്ചു വെക്കുവാനിടയായി.
और जब उन्होंने बोला तो उसी तरह से मैं अपने सामने जो एक पेपर था उस पर मैंने लिख लिया। ആ സഹോദരൻ എനിക്ക് അറിയത്തില്ല, അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയല്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു ഹിതം ഇതിനകത്തുണ്ടെന്നുള്ളതെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. वो भाई को मैं नहीं जानता, ना ही मैं उनकी तरफदारी करता हूँ, लेकिन पवित्र आत्मा का एक हित इसमें है, ये बताना चाहता हूँ। അദ്ദേഹം പറഞ്ഞ, കർത്താവേ ഞങ്ങൾക്ക് കഴിവില്ല കർത്താവേ. उन्होंने कहा परमेश्वर हम इसके काबिल नहीं है, सामर्थ्य नहीं है। ആമേ, കഴിവില്ലെന്ന് പറയുന്നതിനേക്കാൾ താൻ ഉപയോഗിച്ച വാക്ക് ഇങ്ങനെയാണ്, കർത്താവേ ഞങ്ങൾക്ക് കഴിയില്ല കർത്താവേ എന്നാണ് പറഞ്ഞത്. उन्होंने कहा हमसे ये नहीं होगा। ആമേൻ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് പറഞ്ഞത്. और अपने पवित्र आत्मा से हमारी मदद करना, ऐसा बोला। അതിന് സമാന്തരമായ ഒരു പദമാണ് ആ വാത്സല്യ സഹോദരിയും പ്രാർത്ഥിക്കുവാനിടയായത്. और इसी समान का एक दूसरा लक्ष्य जो है वो बहन ने भी प्रार्थना किया। ആമേൻ. ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, परमेश्वर के प्रेम में याद दिलाना चाहता हूँ। ആമേൻ. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് സാധ്യമല്ല. पवित्र जीवन जो है हमारी अपनी ताकत से संभव नहीं है। ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് ദാവീദിനെ അദ്ദേഹം വിളിച്ചുകൊണ്ടുവന്ന് ശമൂവേലിനാൽ തന്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ച് തന്നെ ഇസ്രായേലിന്റെ പ്രഭുവായി അഭിഷേകം ചെയ്തു. എങ്കിലും दाऊद को जहां वो अपने भेड़ को चरा रहा था, जंगल से बुलाकर शमूएल नबी के द्वारा उसके ऊपर इस्राएल के राजा होने का अभिषेक का तेल डाला, तो भी ആമീൻ ആമീൻ തുടർന്നുള്ള 40 വർഷം താന് ആമീൻ സിംഹാസനത്തിൽ എത്തുന്നതിന് പകരം താന് കാടുകളിലും മലകളിലും ഗുഹകളിലുമായി കൂടെ യാത്ര അതെ ഓടി നടക്കുകയായിരുന്നു, ജീവനെ കൈ പിടിച്ചുകൊണ്ട്. आगे के 40 साल हम देखते हैं वो गुफाओं में और जंगल में दौड़ता रहा अपने प्राण को बचाते हुए। അടുത്ത 40 വർഷം കഴിഞ്ഞപ്പോഴാണ് തന്നെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ തന്നെ രാജാവായി അതെ ആരോഹണം ചെയ്തത്. और उस 40 साल के बाद वहां पर इस्राएल का राजा होकर उसका प्रतिष्ठा किया गया। ആമീൻ. അതുവരെയും താൻ ഓടുവാൻ കാരണമായതിന്റെ കാരണം ആമീൻ തന്നെ അഭിഷേകം ചെയ്ത അന്ന് മുതൽ തനിക്കെതിരെ ചില ശത്രുക്കൾ എഴുന്നേൽക്കുവാനിടയായി. और उसे उस दिन तक दौड़ने का कारण यह था क्योंकि जिस दिन उसके ऊपर अभिषेक का तेल पड़ा, उस दिन से उसके बैरी उसके खिलाफ खड़े हुए। അഭിഷേകം നഷ്ടപ്പെട്ട അനുസരണക്കേട് കാണിച്ച് രാജസ്ഥാനം തള്ളപ്പെട്ടതായ ആമീൻ ശൗലും തുടങ്ങി തന്റെ സ്വന്തം ഉദരത്തിൽ നിന്ന് വന്ന മകനായിരിക്കുന്ന അബ്ശാലോം സഹിതം ഒട്ടനവധി ആളുകൾ തനിക്കെതിരെ ശത്രുക്കളായി തിരിഞ്ഞു. और शाऊल जो वहां का राजा था, जो परमेश्वर का अभिषेक को खो चुका था, परमेश्वर की उपस्थिति खो चुका था, उससे लेकर उसके जन्म में उससे जन्मा हुआ अब्शालोम जो उसका बेटा है, वो तक उसके खिलाफ खड़ा हो गया। എന്നാൽ അവിടെയെല്ലാം ദൈവഹിതപ്രകാരം മാത്രം കാര്യങ്ങളോട് പ്രതികരിച്ചത് കൊണ്ട് ദൈവം തന്നെ തന്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഏറ്റവും വലിയ ശത്രുവായിരുന്ന ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച് തക്ക സമയത്ത് രാജാവാക്കി. लेकिन क्योंकि उसने हर जगह पर केवल परमेश्वर के हित के अनुसार प्रतिक्रिया किया, इसलिए अपने तमाम बैरियों से बचाकर और अपने सबसे बड़ा बैरी वो इस्राएल का राजा शाऊल से भी बचाकर परमेश्वर ने उसे उस राज्य को दे दिया। എന്നതുപോലെ ദൈവമക്കളെ നാം നമ്മെ കുറിച്ചൊരു കാര്യം മനസ്സിലാക്കണം. बिल्कुल इसी तरह हम भी हमारे बारे में एक बात को आज समझना है। നാം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യഥാർത്ഥമായ വീണ്ടും ജനനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷക്തരായി ദൈവ കൃപയിലേക്ക് വന്ന അന്നു മുതൽ നമ്മുടെ ആത്മീയ വിരുദിനെ തെറ്റിക്കുവാൻ നമുക്കെതിരെ ഒരു ശത്രുവുണ്ട്. इसी तरह से जब से हमने यीशु मसीह को अपना प्रभु होने का स्वीकार किया है, आत्मिक अभिषेक को या पवित्र आत्मा को पाया है और उद्धार की जीवन और सही मायने का मन फिराव के साथ जब से जीने का इच्छा रखा, उसी समय से हमारे खिलाफ लड़ने के लिए बहुत से बैरी हमारी उस अनंतता को, उस प्रतिफल को हमसे हटा देने के लिए हमारे खिलाफ लड़ाई करता है। അവൻ പല സാഹചര്യങ്ങളെ മുഖാന്തരങ്ങളാക്കിക്കൊണ്ട് നമ്മുടെ വിരുദിനെ തെറ്റിക്കുവാൻ തക്കവണ്ണം അവൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. बहुत से परिस्थितियों को जरिया बनाते हुए वो हमारे खिलाफ, हमारे प्रतिफल से हमें भटकाने के लिए, हमें वंचित करने के लिए हमारे खिलाफ लड़ता है। നാം പാർക്കുന്ന ലോകം നമുക്ക് എതിരാണെന്നുള്ള കാര്യം മറക്കരുത്. हम जिस संसार में रहते हैं वो हमारे खिलाफ है, नहीं भूलना।
എന്തിന് നാം വസിക്കുന്ന നമ്മുടെ ഈ ശരീരം, ഈ ജഡം പോലും നമുക്ക് എതിരാണെന്ന കാര്യം മറക്കരുത്. अधिक क्या कहना, हम जिस शरीर में वास करते हैं वो शरीर भी हमारे खिलाफ है, ये नहीं भूलना। ഇത് രണ്ടിനെ ഉപയോഗിച്ചുകൊണ്ട് മുഖാന്തരമാക്കിക്കൊണ്ട് അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. और इन दोनों को एक जरिया बनाते हुए उस अदृश्य जगह से शैतान हमारे खिलाफ काम करता है। ഇതിനെല്ലാം അതിജീവിച്ച് ദൈവകൃപയിൽ നിന്ന് ജയാളികളായി തീരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും കൃപയും നമുക്ക് വളരെ ആവശ്യമാണ്. और इन सब के खिलाफ लड़ते हुए हमें अगर जयवंत होना है तो परमेश्वर का सामर्थ और पवित्र आत्मा का उपस्थिति हमारे जीवन में जरूरी है। ഈ അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്റെ വ്യക്തിപരമായ ജീവിതത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. इन दिनों में पवित्र आत्मा जो व्यक्तिगत तौर पर, निजी तौर पर मेरे साथ बात किया, उस विषयों को मैं आप लोगों के साथ बांट रहा हूं। ചില വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതിനേക്കാൾ വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. कुछ सालों के पहले आज पवित्र जीवन को जीने के लिए बहुत मुश्किल ऐसी अवस्था है। ചില വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതിനേക്കാൾ കൂടുതൽ ദൈവകൃപയുണ്ട്, ദൈവാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ തലമുറയെ നമുക്ക് ജയാളികളായി തീരാൻ കഴിയത്തുള്ളൂ. कुछ सालों के पहले परमेश्वर का अनुग्रह जो है अधिकांश और पवित्र आत्मा का अधिकांश शक्ति हमारे अंदर जरूरी है, तो ही इस टेढ़े समाज में हम जी सकते हैं। ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ അതേ ഉദാഹരണമായിട്ട് ഓർപ്പിക്കാം. मैं कुछ मिसालों को आप लोगों को दृष्टांत के लिए, उदाहरण के लिए बताता हूं। നിങ്ങൾ തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഇപ്പോഴല്ല, പിന്നീട് വായിക്കണം. दूसरा तीमुथियुस उसका 3रा अध्याय का 1 से लेके 5 तक, अभी नहीं, समय मिलेगा तो पढ़ लेना। അവിടെ അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. वहां पर अंत के समय में मुश्किल समय आएगा ऐसा कहकर वहां आरंभ किया है। പൗലോസ് അത് എഴുതിയിട്ട് ഇത് 2000-ത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞു. और पौलोस ये लिखने के बाद लगभग 2000 साल से अधिक हुआ। അങ്ങനെയെങ്കിൽ അന്ന് താൻ പറഞ്ഞു അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ചില ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞു. ऐसा है तो उस समय में उन्होंने कहा कि अंत के समय में मुश्किल या फिर कठिन समय होगा। ആ ദുർഘട സമയത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു 21 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. और वहां पे वो जो बातें वहां पर कठिन होने वाला है उसके बारे में 21 बातों की सूची दिया गया है। ദൈവമക്കൾ ഇത് നിസ്സാരമായിട്ട് കാണരുത്. मसीह लोगों इसे साधारण से नहीं देखना। ഞാൻ അത് ചില ഭാഗങ്ങളിൽ വായിച്ചു കേൾപ്പിക്കാം. उसमें से कुछ बातों को मैं पढ़कर सुनाता हूं। മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്യന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദോഷികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിക. क्योंकि मनुष्य अपस्वार्थी, लोभी, डींगमार, अभिमानी, निंदक, माता पिता की आज्ञा टालने वाला, कृतघ्न, अपवित्र, महारहित, क्षमा रहित, दोषी, दोष लगाने वाले, असंयमी, कठोर, भले के बैरी, विश्वासघाती, ढीठ, घमंडी और परमेश्वर से नहीं वरन सुख विलासी के चाहने वाले होंगे। वे भक्त का वेश तो धरेंगे पर उसकी शक्ति को ना मानेंगे। ऐसों में से परे रहना। ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നടുവിൽ ജീവിച്ചുകൊണ്ട് വേണം നാം കർത്താവിന്റെ കാന്തയാകാൻ. ऐसे लोगों की समाज में रहते हुए हमें परमेश्वर का दुल्हन बनना है। ഈ വക ആൾക്കാരുടെ സ്വഭാവത്തിന്റെ ഒരു സ്മെല്ല് പോലും നമ്മുടെ ജീവിതത്തിൽ അടിക്കാൻ പാടില്ല. और ऐसे लोगों का स्वभाव जो है उसका गंध भी हमारे जीवन में नहीं होना चाहिए। ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും കാര്യം ഇനി നിറവേറാനുണ്ടോ നമ്മുടെ മുമ്പിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. अब ये जो लिखी गई बात है इसमें से क्या कोई बात ही पूरा होना बाकी है,
इसका आप लोग विचार कीजिए। ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഒരു അനുരജ്ഞനവും ഇല്ലാതെ നമ്മൾ ജീവിക്കേണ്ടവരാണ്. ऐसे लोगों के साथ बिना कोई मेल मिलाप के आपको जीना है। ആമേൻ. ഞാൻ ഈ ദിവസങ്ങളിൽ പറയും, ഇപ്പോൾ കോവിഡിന്റെ കാലമാണ്. मैं इन दिनों में कहता हूं क्योंकि अभी ये कोविड का समय है। കോവിഡ് നമ്മുടെ ദേശത്തും ദൈവം തുടച്ചു മാറ്റട്ടെ, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. कोविड हमारे देश से पूर्ण तरह से यीशु मसीह निकाल दे, हम उसके लिए प्रार्थना कर रहे हैं। എന്നാൽ ഈ കോവിഡ് കാലത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു ദൃഷ്ടാന്തമായി നമ്മൾ മനസ്സിൽ കരുതുന്നത് നല്ലതാണ്. നിസ്സാരമായി കാണരുത്, ഒരു തമാശയായിട്ട് എടുക്കരുത്. लेकिन एक जो बातें हैं वो मैं आपको एक दृष्टांत के लिए, मिसाल के लिए बताना चाहूंगा, मजाक में नहीं लेना, गंभीरता से सुनना। മനുഷ്യർ വളരെ ഭയപ്പെടുന്ന ഒരു അസുഖമാണല്ലോ ഈ COVID-19 എന്ന് പറയുന്നത്. ये कोविड-19 बीमारी जो है, लोग इससे बहुत डरते हैं। ഇത് തങ്ങളുടെ ജീവിതത്തിൽ മരണം വിതയ്ക്കുമെന്നുള്ളൊരു ഭയം കൊണ്ട് അവർ ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. और इसके वजह से हम मर सकते हैं, ये सोचकर डरने वाले बहुत से लोग हैं। ഓരോ രാജ്യത്തിന്റെ ഓരോ വിധത്തിലുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ആമേൻ. പൊതുവായിട്ടുള്ള ചില പ്രോട്ടോകോളുകളുണ്ട്. हर जगह में, हर राज्य में अपना ही नियम है, अपने हिसाब से प्रोटोकॉल बनाया गया है। ആമേൻ. ഇന്ന് ഭൂമുഖത്ത് എവിടെ നോക്കിയാലും എല്ലാവരും മാസ്ക് വെച്ചാണ് നടക്കുന്നത്. आज संसार में कहीं भी आप देख लो, सब लोग जो है मुहावरन पहनकर या मास्क पहनकर चलते हैं। ആരെങ്കിലും അത് വേണ്ടാന്നും പറഞ്ഞ് വെക്കാതിരിക്കുന്നെങ്കിൽ അതിനെ കുറിച്ചല്ല പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നല്ലൊരു ശതമാനം ആളുകളും, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മുഴുവനും ആളുകളും, ആമേൻ, ഇന്ത്യയിൽ നമ്മുടെ നാട്ടില് മാസ്ക് വെക്കാതെ ഒരു വ്യക്തിയെ കണ്ടാൽ അവിടുത്തെ ആ ഉദ്യോഗസ്ഥനെ മനസ്സിൽ തോന്നുന്ന തുക വഴി അടിച്ചോളാനാ പറഞ്ഞേക്കുന്നത്. മാസ്ക് വെച്ചില്ലെങ്കിൽ പിഴ അടയ്ക്കാം. അതെ, അവരുടെ മനസ്സിൽ തോന്നുന്ന തുക പിഴയിട്ടോളാനാ പറഞ്ഞിരിക്കുന്നത്. तो मास्क पहनने का विषय में हम जानते हैं, वो तो बहुत ही हास्य की बात है, क्योंकि इतना जानने के बावजूद भी लोग नहीं पहनते। और हमारे वहां पर केरल में ऐसा बताया गया, अगर किसी व्यक्ति बिना मास्क के दिख जाता है तो उस अफसर को जो मन में आए वो पेनल्टी, वो फाइन वो दे सकता है। അല്പം പൈസ കൂടുതൽ കയ്യിലെടുത്ത് എണ്ണിയാലും, ഏത് കടയിൽ കയറിയാലും കയറിയിട്ട് ഇറങ്ങുന്ന ഉടനെ കൈ സാനിറ്റൈസർ കൊണ്ട് വാഷ് ചെയ്യുകയാണ്. और किसी भी दुकान में आप जाए, जब भी पैसा आप देते हो या वापस लेन देन करते हो, तुरंत आपको हाथ सफाई करनी है, सैनिटाइज करना है। ഏത് വ്യക്തികളിൽ നിന്നും 2 മീറ്റർ അകലത്തിലേ നിൽക്കാമെന്നാണ് ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ. और सामान्य दूरी का पालन करते हुए किसी भी व्यक्ति से 2 मीटर का फासला रखना है, ये गवर्नमेंट का नियम है। അപ്പൊ എന്തൊക്കെയാണ്? അതെ, മാസ്ക് ധരിക്കുക, വ്യക്തികളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ കൈ കഴുകുക, ആമീൻ, വ്യക്തികളുമായിട്ട് അകലം അതെ പാലിക്കുക. तो कौन सी बातें हमको ध्यान देना है? एक जो है हमारा मास्क हमको पहनना है, किसी के साथ अगर हम छू ले किसी व्यक्ति को तो हमारे हाथ को साफ करना है, सैनिटाइज करना है, और सामूहिक दूरी हमको बरतना है। എന്തിനാണ്? ഈ മനുഷ്യനിൽ ഒരു രോഗമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. क्योंकि मैं अनजान हूं कि इस व्यक्ति में ये बीमारी है या नहीं। അനാവശ്യമായ ഇടപെടലിന് ഈ മനുഷ്യനുമായി പോയാൽ ചിലപ്പോൾ എന്റെ ജീവനാണ് എനിക്ക് നഷ്ടമാകുന്നത്. और अनावश्यक रीति से अगर मैं इसके साथ मेल मिलाप करता हूं तो मेरा जीवन खतरे में आता है। അതുകൊണ്ട് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ഈ കാര്യത്തിന് മുമ്പിൽ ആരുമായിരിക്കുകയാണ്. इसीलिए बिना किसी भी समझौता के साथ इस विषय का सबको पालन करना है। അടുത്തൊരു ദിവസം ഈ രസകരമായ ഒരു കാര്യം ഉണ്ടായി. और अगले दिन एक मजाकिया बात हुआ। എന്റെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ, आपका जो एक रिश्तेदार है उनके घर में जब आप गए, അവിടുത്തെ ഒരു മകൻ ആദ്യം സിറ്റ് ഔട്ടിലോട്ട് വന്നത് സാനിറ്റൈസറുമായിട്ടാണ് വന്നത്. और वहां का जो एक बच्चा है वो सबसे पहला जब बाहर आया तो वो सैनिटाइजर लेके बाहर आया। അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കയ്യിലിട്ട് ഒഴിച്ച് അത് വാഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. और हंसते हुए उसने कहा कि ये सैनिटाइज करके हाथ साफ करके आप अंदर आना। എന്നെ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി ആ കാര്യം. और वो उस विषय ने मुझे बहुत सोच में डाला। എന്താണ്? നിങ്ങളിൽ ആ രോഗമുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. क्या है आप में वो बीमारी है या नहीं, ये मैं नहीं जानता। ആ രോഗം വഹിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. वो बीमारी को लेकर आप यहाँ पर आए हो, नहीं, मैं नहीं जानता। അപ്പാപ്പനാണോ അനിയനാണോ ചേട്ടനാണോ അപ്പന്റെ ചേട്ടനാണോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. भाई है, चचेरा भाई है, मामा का लड़का है, पिता का भाई है, कह के कुछ फायदा नहीं। നിങ്ങളുടെ രോഗനിമിത്തം മരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. आपकी बीमारी के कारण मरने के लिए मैं तैयार नहीं हूँ।
അതുകൊണ്ട് ഇന്നാ പിടിച്ചോ, സാനിറ്റൈസർ കൈ കഴുകി കയറിക്കോ, ഞാനും കൈ കഴുകാൻ പോവുകയാണ്. രണ്ടുപേരും കൈ കഴുകി. इसीलिए ये लो सैनिटाइजर, हाथ धो के आओ, मैं भी हाथ धो लेता हूँ. അങ്ങനെ ചെയ്തുകൊണ്ട് കുറെ പേരൊക്കെ മരിക്കാതെ ഇവിടെ കഴിയുമെന്നാണ് ലോകം പറയുന്നത്. ദൈവം നമ്മളെ സഹായിക്കുന്നതുകൊണ്ടാണ് വേറൊരു ഭാഗം അധികം മറക്കുന്നില്ല. और ऐसे करने से बहुत से लोग बचते हैं, ऐसे यहाँ के डॉक्टर लोग कहते हैं, लेकिन ये परमेश्वर का अनुग्रह है, ये भी मैं नहीं भूलता. ആമീൻ. അപ്പോൾ ഈ ഒരു നിലപാട് മനുഷ്യൻ പാപത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. तो मैं सोच रहा हूँ यही नजरिया लोगों का अगर पाप के प्रति होता तो कितना अच्छा होता. ഇവിടെ 21 കൂട്ടം പാപങ്ങളെ കുറിച്ച്, തെറ്റുകളെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. यहाँ पर 21 पाप के बारे में हमने पढ़ा. മുമ്പേ വായിച്ച 7-8 വാക്യങ്ങളിൽ കൂടെ അതിലേറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. और पहले जो 7-8 वचन जो बताया उसमें और भी बहुत बातों को लिखा गया है. ആമീൻ. ഇനി ചിലതും കൂടെ ഞാൻ പറയാൻ പോവുകയാണ്. और कुछ मैं कहने वाला हूँ. അതിന് മുമ്പ് ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞോട്ടെ, സമയം കിട്ടിയില്ലെങ്കിൽ. और बीच में इसके लिए कहा अगर बाद में समय ना मिले तो. ആമേൻ. അതെ, ഈ വക പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ നടുവിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. तो ऐसे पाप और ऐसी बातों से भरा हुआ समाज के बीच में आप लोग नौकरी करते हो. ആമേൻ. അവിടെയാണ് നമ്മൾ മാർക്കറ്റിങ്ങിന് പോകുന്നത്. और वहां पर हम व्यवसाय के लिए जाते हैं. അങ്ങനെയുടെ കൂടെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ऐसे लोगों के साथ हवाई जहाज में हम सफर करते हैं. എവിടെ എന്തിനു പോയാലും ഈ വക ആളുകളുടെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. और जहां भी कहीं भी किसी लिए भी हम निकले तो ऐसे लोगों के बीच में समूह में हम होते हैं. ഒരു വ്യക്തിയിൽ നിന്ന് കോവിഡിന്റെ വൈറസ് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ एक व्यक्ति से कोविड का फैलावट ना हो इसके लिए जितना ध्यान देते हैं उससे अधिक. ആമേൻ. സ്വന്തമായാലും ബന്ധമായാലും കുടുംബമായാലും ചാർച്ചയായാലും ഏത് ഓഫീസ് ആയാലും മേലധികാരി ആയാലും കീഴധികാരി ആയാലും ഏത് വ്യക്തിയായാലും നമ്മൾ ഇടപെടുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു പാപത്തിന്റെയും വൈറസ് നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. हम जिस किसी के साथ भी बात करते हो, जिसके साथ भी हमारा व्यवसाय होता है या जो भी नौकरी के पक्ष में हम होते हो, हमारे ऊंचे अधिकारी क्यों ना हो, हमारे नीचे के अधिकारी क्यों ना हो, हमारे मित्र क्यों ना हो, हमारे सगे संबंधी क्यों ना हो, किसी भी व्यक्ति से कोई भी पाप का वायरस हमारे अंदर प्रवेश ना करे, इसका हमें ध्यान देना है. അതിന് പറ്റിയ മാസ്കും സാനിറ്റൈസറും ആമേൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന അനുഭവങ്ങളും തിരുവചന അടിസ്ഥാനത്തിൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. और इसके लिए परमेश्वर के वचन के आधार पर मास्क, सैनिटाइजर और सामूहिक दूरी को हमें बरतना है. അതുകൊണ്ടാണ് എഫേസ്യർ 6:10 പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. और इसीलिए एफेसी की पत्री 6:1 में लिखा गया है कि आखिर अंतिम में परमेश्वर और उसके अधिक शक्ति में हमें भरोसा करना है. സമയമുണ്ടെങ്കിൽ വിവരിച്ചോളാം. ഇനി ചില കാര്യങ്ങളുടെ ഓർമ്മിച്ചോട്ടെ. और कुछ बातें बताना चाहूंगा, आगे समय है तो विस्तार से बताऊंगा. നമ്മൾ ഇന്നത്തെ ഈ ലോകത്തെ, നമ്മൾ സമൂഹത്തെ നമ്മളൊന്ന് വിവേചിക്കണം. हम जिस समाज में है उस समाज को हमें जांचना है. ആമീൻ. പറയുകയാണ്. ആമീൻ. ഇനി ഞാൻ ചില കാര്യങ്ങൾ ലോകത്തിൽ നിന്ന് ഓർപ്പിക്കാം. अब संसार से कुछ बातों को मैं याद दिलाऊंगा. ഈ ഇങ്ങനെയുള്ള ഒരു വചന ശുശ്രൂഷയിൽ ഒരു വൈകാരികമായ ഉണർവൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിൽ ഒരു കത്തല് ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു വലിയ വിടുതലാണ്. ऐसी सेवकाइयों में एक भावुक प्रदर्शन या ऐसी कुछ बातें शायद नहीं होगा, लेकिन अगर हमारी दिल के अंदर से गहराई से एक आग अगर जलता है, ज्वलित होता है, तो ये सबसे बड़ी बात है. ആമീൻ. ഇനി ഇന്നത്തെ ലോകത്തെ ഞാൻ വിധിക്കുകയല്ല. ഈ ലോകത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ഒന്ന് ഒബ്സർവ് നിരീക്ഷിക്കുമ്പോൾ, अब संसार को मैं जो है न्याय नहीं करता, लेकिन हमारे चारों ओर हमारे समूह का जब हम मुआयना करते हैं, जब हम उनको ध्यान से देखते हैं, ഇന്നത്തെ ആളുകളുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? आज की लोगों का सबसे ज्यादा इच्छा या उनकी चाहत क्या है? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? जो है उसमें संतृप्त ऐसे कितने लोग हैं? പിന്നെയും അതെ എന്താ പൊസസ് ചെയ്യുക, സമ്പാദിച്ചെടുക്കാനുള്ള ഒരു താല്പര്യം ഇന്നത്തെ ഒരു പ്രവണതയാണ്. और भी बटोरना और ज्यादा इकट्ठा करना या बटोरना, ये आज की एक आदत है. ഈ ലോകത്തിലെ ജീവിതത്തിൽ പരമാവധി സന്തോഷിക്കാൻ അതിന്റെ പ്ലഷറിന് വേണ്ടി ഓടി നടക്കുകയാണ്.
इस संसार में अधिकांश आनंद को अनुभव करने के लिए, जिंदगी में मौज मस्ती होने के लिए उसके पीछे लगे हुए हैं। മനുഷ്യന്റെ എല്ലാം മനസ്സ് അവൻ പണത്തിനകത്ത് അങ്ങ് മുഴുകി കിടക്കുകയാണ്. सारे मनुष्यों का मन जो है पैसा में फंसा पड़ा हुआ है। മണി മൈൻഡഡ് ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. हम कह सकते हैं पैसों से भरा हुआ एक मन। കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇന്ന് നല്ലൊരു ശതമാനവും ആളുകൾ ബിസിനസ്സിൽ പണം ഇറക്കുന്നത് പോലെ മക്കളിൽ പണം ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. बच्चों को पढ़ाई करने के लिए भेजना ये सब गलत है, ये मैं नहीं बोलता, लेकिन आजकल हम जो देखते हैं जिस तरह से व्यवसाय में विनिवेश करते हैं उस तरह से बच्चों में लोग पैसा विनिवेश करते हैं पढ़ाई के लिए। എത്ര പണം ചെലവാക്കിയിട്ടാണെങ്കിലും വേണ്ടുകയില്ല, എന്റെ കുഞ്ഞിനകത്ത് പണം ഇറക്കി അവൻ ഏറ്റവും വലിയ വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാക്കി ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. और मनुष्य इस तरह से आगे बढ़ रहा है कि मेरे बच्चे के लिए कितना भी पैसा क्यों न लगे, मैं लगाऊंगा, उसे सबसे अच्छी ऊंचा शिक्षा प्रदान कराऊंगा, सबसे ऊंचे ओहदे पर उसको लेके आना है, सबसे ज्यादा कमाई करने वाला ऐसा एक बच्चा मुझे चाहिए। इस तरह से दुनिया का मन है। മക്കളിൽ പണം ഇറക്കുന്ന ഒരു കാലം, बच्चों में पैसा विनिवेश करने वाला एक समय। ഇവരെ 84 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ആഗ്രഹിക്കാറുണ്ട്. भजन 84 उसका 4 अध्याय पढ़े, 4 आयत को पढ़ेंगे। മക്കളിൽ പണം ഇറക്കി പണസമ്പാദ്യത്തിന് വേണ്ടി വ്യഗ്രതയോടെ ഓടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് 84-ാം സങ്കീർത്തനം 3-ാം വാക്യം എന്ന് ഞാനങ്ങ് പറയട്ടെ. 84 का 3रा अध्याय जो बच्चों में विनिवेश करते हैं ऐसे माता पिताओं के लिए ये वचन में कहूंगा। भजन संहिता 84 उसका 3। ആ ഭാഗം ധ്യാനിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ അങ്ങനെയാണ് ഒരു ചിന്ത വരുന്നത്. और ये पढ़ेगा तो ये वचन पढ़ने से ऐसा एक सोच मेरे मन में आता है। ആമീൻ. അവിടെ നിസാരമായ രണ്ട് പക്ഷികളെ കുറിച്ച് പറയുകയാണ്. वहां पर 2 पक्षियों के सरल साधारण 2 पक्षियों के बारे में लिखा है। ആമീൻ. ഒന്ന് കുരുകിലെ, മറ്റേത് നീവൽ പക്ഷി. एक गौरैया के बारे में लिखा है और दूसरा शुभबेनी के बारे में लिखा है। ഞാൻ കുരുകിലിനെ കുറിച്ചും നീവൽ പക്ഷിയെ കുറിച്ചും കൂടുതൽ ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്ന ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. गौरैयों के बारे में और शुभबेनी उसके बारे में मैं ज्यादा बताना नहीं चाहता, लेकिन वहां का एक बात मैं आप लोगों को बताना चाहूंगा। ബൈബിൾ പറയുന്നതൊക്കെ അങ്ങനെ തന്നെ സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധുവാണ് ഞാൻ. बाइबल जो ऐसा लिखा है वो वैसा ही सच है, विश्वास करने वाला एक व्यक्ति हूं मैं। ആമീൻ. അവിടെ ഇരിക്കുന്ന കുരുകിൽ തനിക്കൊരു കൂടും നീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. സൈന്യ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. हे सेनाओं के यहोवा, हे मेरे राजा और मेरे परमेश्वर, तेरी वेदियों में गौरैयों ने अपना बसेरा और शूपाबेनी ने घोंसला बना दिया है। ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. प्रभु की स्तुति हो, हालेलुया। എത്ര പേർക്ക് കാര്യം പിടികിട്ടി? നിസാര ജീവികളായ രണ്ട് പക്ഷികളാണെങ്കിൽ പോലും പക്ഷികളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആമീൻ വേറെ ചൂണ്ടി കാണിക്കുന്നു. ഈ കുരുകിലും നീവൽ പക്ഷിയും തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂട് കണ്ടെത്തിയത് അവിടെ ഉണ്ടായിരുന്ന രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിലെ യാഗപീഠങ്ങളുടെ അരികിലാണെന്ന് പറയുകയാണ്. पवित्र आत्मा ने कितने स्पष्ट रूप से यहाँ पर लिखा है, गौरैया और शुभाबेनी जो है बहुत ही साधारण सा छोटे से 2 पक्षी है, लेकिन उनके बारे में लिखा है उन्होंने अपने बच्चों के लिए जो घोंसला है वो किसी राजा के महल के सीढ़ी के कोने में नहीं बनाया, लेकिन सर्वप्रधान परमेश्वर के वेदी पर उन्होंने अपने बच्चों के लिए घोंसला बनाया है। ആമീൻ. തൃപ്തികരമായത് വിവരിക്കണമെങ്കിൽ ഒരു 3 മണിക്കൂർ വേണം. अगर सही मायने में इसका स्पष्टीकरण देना है तो 3 घंटा लगेगा। ആമീൻ. എന്നാൽ അതിനുള്ള സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പരിജ്ഞാനത്തോടെ ആ കാര്യം രത്ന ചുരുക്കമായി തൊട്ട് വിട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. लेकिन उसका समय नहीं है, इसलिए विवेक के साथ एक छोटी सी बात बताकर वो छोड़कर मैं अगले विषय में आता हूँ। ആമീൻ. അവിടെ പറയുന്നു, ആമീൻ, യാഗപീഠ സൈന്യ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ എന്ന് പറയുന്നു. वहां पर लिखा है कि सेना हो को यहोवा, हे राजा, तेरे वेदी में ही, उसी वेदी पे। ആമീൻ. ആമീൻ. പഴയ നിയമ ആലയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 2 യാഗപീഠമുണ്ട്. पुराना नियम का जो हमारा मंदिर है उसके बारे में पढ़ते हैं तो वहां पर 2 वेदी होता है।
രണ്ടാമത്തേത് യാഗപീഠം എന്ന് പറയാൻ പറ്റത്തില്ല, അത് ധൂപപീഠമാണ്. और दूसरा जो है उसको वेदी नहीं कह सकते, लेकिन वो जो है वो जो धूप का जो जिससे धुआं उठता है वो वेदी होता है. മനസ്സിലാക്കുന്നത് പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തെയും വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും സമീപത്തായിട്ടിരിക്കുന്ന വിശുദ്ധ സ്ഥലത്തെ ഏറ്റവും അതിവിശുദ്ധ സ്ഥലത്തോട് ചേർന്നിരിക്കുന്ന ധൂപപീഠത്തെയും കൂടെ ചേർത്താണ് യാഗപീഠങ്ങൾ എന്ന് പറയുന്നത്. और यहाँ पर जो है आंगन में जो बलिपीठ है जहाँ पर बलि चढ़ाया जाता है, और अति पवित्र स्थल और पवित्र स्थल के समीप में जो धुआं जो महायाजक ऊपर उठाता है उसके लिए जो वेदी है, दोनों को मिलाकर वेदिया ऐसा कहते हैं. ആമേൻ. അപ്പൊ യാഗപീഠത്തിൽ സമ്പൂർണ്ണ ദഹനം നടക്കുന്നു. और उस वेदी पर पूर्ण रूप से वो जो है भस्म होता है. അത് പ്രാകാരത്തിലെ യാഗപീഠത്തിലാണ് നടക്കുന്നത്. और वो जो है उस आंगन के वेदी पर होता है. ആമേൻ. ധൂപപീഠത്തിൽ ആമേൻ 4 വിധ ധൂപവർഗ്ഗങ്ങൾ ഇട്ടുള്ള പുക സ്വർഗത്തിലേക്ക് ഉയരുന്നു. और आगे का जो वेदी है उसमें 4 जो प्रसाद के प्रति डालकर और 4 अलग अलग किस्म के धूपपाठ डालकर उसमें से जो धुआं निकलता है जो स्वर्ग की ओर जाता है. അത് 2 തീമോഥെയോസ് 2:2 പറയുന്ന ആമേൻ യാചന, പ്രാർത്ഥന, ആമേൻ പക്ഷവാദം, സ്തോത്രം എന്ന് പറയുന്ന 4 കാര്യങ്ങൾ കൂടിയ പ്രാർത്ഥനയെ കാണിക്കുകയാണ്. दूसरा तीमुथियुस 2:2 में जो 4 बातें प्रार्थना, विनती और ये लिखा है उसे वो चार बातें हैं. ആമേൻ. അങ്ങനെയെങ്കിൽ സമ്പൂർണ്ണ ദഹനം നടക്കുന്ന പ്രാകാരത്തിലെ യാഗപീഠവും तो पूर्ण भस्म होने वाले वो जो आंगन का जो वेदी है वो ആരോഗ്യപരമായ പ്രാർത്ഥനയുടെ നിഴലായിരിക്കുന്ന ധൂപപീഠവുമാണ്. और प्रार्थना का जो छवि है जो वो धुआं है. ആത്മാവില്ലാത്ത 2 ജീവികളായിരിക്കുന്ന കുരികിലും മീവൽ പക്ഷിയും തന്റെ കുഞ്ഞുങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചത് നീ ഇതിനടുത്ത് താമസിച്ചാൽ മതിയെന്ന്. और बिना आत्मा के गौरैये और सुखपानी ऐसे 2 पक्षियों को लिखाकर कहा जाता है, वो कहते हैं कि उनके बच्चों के लिए घोंसला यही पर सही है. കുരികിലും മീവൽ പക്ഷിയും പോലും കുഞ്ഞുങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചത് യഹോവയുടെ ആലയത്തിലെ യാഗപീഠങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചത് താമസ സ്ഥലമാകുവാനായിട്ട്. गौरैया और शुभपानी ये दोनों पक्षियों ने अपने बच्चों को इशारा किया रहने के लिए योग्य जगह परमेश्वर की वेदी है. ആമേൻ. ഒറ്റ വാചകത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ ആ ഭാഗം. एक बयान में मैं इस बात को ऐसा कहकर छोड़ना चाहूंगा. ഇതെല്ലാം അറിയാവുന്ന ദൈവമക്കൾ എന്ന് പറയുന്നവർ അനേകരും, കർത്തൃദാസന്മാരെന്ന് പറയുന്നവർ അനേകർക്കും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ കാണിച്ചു കൊടുത്ത് ആമേൻ അവർക്ക് ദൈവത്തിന് യാഗപീഠവും ധൂപപീഠവും കാണിച്ചു കൊടുക്കുവാൻ സമയമില്ലാതെ പോയിരിക്കുകയാണ്. परमेश्वर के लोग और जो ये समझते हैं और परमेश्वर के दास अपने बच्चों को संसार में पैसा बटोरने का, इकट्ठा करने का मार्ग दिखाते हुए ये वेदियों के बारे में दिखाने के लिए उनके पास समय नहीं है. കർത്താവിനെ സ്നേഹിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെ കൂട്ടായ്മയുടെ വാത്സല്യ സഹോദരങ്ങളോട് ദൈവസ്നേഹത്തിൽ ഞാൻ ഓർമ്മിക്കട്ടെ. परमेश्वर के प्रेम में इन शब्द को सुनने वाले मेरे प्रिय भाइयों को मैं एक बात याद दिलाना चाहूंगा. ഇങ്ങനെയുള്ള ആത്മീയ സമൂഹത്തിന്റെ നടുവിലാണ് നാമും നമ്മുടെ തലമുറകളും പാർക്കുന്ന കാര്യം മറക്കരുത്. और ऐसे आत्मिक समूह के बीच में हम और हमारी पीढ़ी रहते हैं, ये नहीं भूलना. ആമീൻ. ഇനി പിന്നെയും ഉണ്ട് ആമീൻ ഇന്നത്തെ സമൂഹത്തെ കുറിച്ച് നോക്കിയാൽ आगे और भी है आज के समूह के बारे में अगर हम कहें तो രാജ്യത്തിലേക്ക് നോക്കിയാലും ഭവനത്തിലേക്ക് നോക്കിയാലും അനേക ഭവനങ്ങളെയും രാജ്യങ്ങളെയും ഇന്ന് ഭരിക്കുന്നത് കൂടുതൽ സ്ത്രീകളല്ലേ. राज्य में देख लो या परिवारों में देख लो, आज अधिकांश राज्यों में और परिवार में प्रभुता जो करते हैं वो स्त्री है. ആമീൻ. അനേക മാതാപിതാക്കൾക്ക് ആമീൻ വളർത്തിയ സ്വന്തം മക്കളെ ഇന്ന് ഭയമായിരിക്കുന്ന ഒരു കാലമാണ്. कई माता पिताओं को जिन बच्चों को उन्होंने परवरिश दिया उन बच्चों से वो डरते हैं. ആമീൻ. യെശയ്യാ പ്രവാചകൻ 3-ാം അധ്യായത്തിൽ പറയുന്നത് സ്ത്രീകളും കുട്ടികളും അവരെ വാഴുന്നുവെന്ന്. यशायाह नबी का किताब 3 में लिखा है कि स्त्री और बच्चे वहां पर राज्य भरण करते हैं. സ്ത്രീകൾ അവരെ വാഴുന്നു, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു എന്നാണ് വാക്യം. और वहां पर लिखा है कि स्त्री उनका शासन करते हैं और बच्चे उनका उत्पीड़न करते हैं. ആമീൻ. ഇനിയും അടുത്തത് ഈ
സാങ്കേതിക സൗകര്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആരാധനയില്ലാത്ത സമയത്താണെങ്കിലും ഈ സൂം മീറ്റിംഗ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. और ऐसा सांकेतिक विकास होने के कारण अगर हम लोग आराधना नहीं है, संगति नहीं है, तो भी जूम में हम लोग ऐसे आराधना मीटिंग कर पाए हैं. ഇന്നത്തെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज के इंटरनेट की सहूलियत के लिए मैं प्रभु को धन्यवाद देता हूँ. എന്നാൽ ഇതിന്റെ ഒരു മറുഭാഗം പറയുമ്പോൾ ഇന്നത്തെ നെഗറ്റീവ് മീഡിയയുടെ ഇൻഫ്ലുവൻസ്, और इसकी दूसरी भाग अगर कहे तो आज का जो नेगेटिव मीडिया का जो प्रमाण है, അനേകം സെക്ഷൽ ഇമ്മോറാലിറ്റീസിലേക്ക് ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു, തലമുറകളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. बहुत से जो है संभोग के बारे में जो अनैतिक बातें हैं उसमें लोगों को वो लेकर जाता है, आकर्षित करता है. ഇതിന്റെ എല്ലാം നടുവിലാണ് നാമും നമ്മുടെ തലമുറകളും പാർക്കുന്നുള്ള കാര്യം മറക്കരുത്. और इन तमाम बातों के बीच में हम और हमारी पीढ़ी रहते हैं, नहीं भूलना. ആമീൻ. ഇങ്ങനെ തലമുറ നടുവിലെന്ന് ദൈവത്തിന് നാം പറയാതെ തന്നെ നന്നായിട്ട് അറിയാം. और ऐसा एक समूह के बीच में हम है, हम बिना कहे परमेश्वर जानता है. ആമീൻ. ഇങ്ങനെ തലമുറയുടെ ഇടയിൽ നമ്മൾ പാർത്താലും നമ്മൾ എങ്ങനെ പാർക്കണമെന്ന് ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുന്നു. और ऐसे समूह के बीच में अगर हम रहते हैं तो भी कैसे रहना है उसका परमेश्वर ने प्रमाण दिया है. ദൈവമക്കളെല്ലാവരും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തെ 14-15 വായിക്കണം. ഇപ്പോഴെല്ലാം പിന്നീട് വായിക്കണം. फिलिप्पियों की पत्री 2 उसका 14 और 15 पढ़ लेना. നമ്മള് ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറ. टेढ़ा और हठीले लोग आज के समाज के बारे में कहा गया है. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ എങ്ങനെ പാർക്കണം? और ऐसे टेढ़े और हठीले लोगों के बीच में हमको कैसे रहना है? അനന്യരും പരമാർത്ഥികളുമായി ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷുകളെ പോലെ പ്രകാശിച്ചു നിൽക്കണമെന്ന് പറയുക. ऐसे लोगों के बीच में परमेश्वर के निष्कलंक संतान बने रहो, जिनके बीच में तुम जीवन के वचन लिए हुए जगत में जलते दीपकों की नाई दिखाई देते हो. ആമീൻ. സൂര്യന്റെ പ്രകാശം നിശ്ചിത ആംഗിളിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ ഏറ്റെടുത്തിട്ട് ഭൂമിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ, जिस तरह से सूरज का जो किरण है वो चंद्रमा के ऊपर आकर चंद्रमा जिस तरह से वो भूमि की ओर प्रतिबिंब करता है. ആമീൻ. കൊരിന്ത്യർക്ക് 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ നമ്മൾ പ്രതിബിംബിക്കുന്നവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. कुरिन्थियों के पत्र में लिखा गया है, परमेश्वर की महिमा को दर्पण की तरह दिखाने वाले होने चाहिए हम लोग. കർത്താവിന്റെ തേജസ് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ പ്രകാശത്തെ കുറിച്ചല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ജീവിതമാകുന്ന തേജസ്സാണ്. और परमेश्वर की महिमा जब लिखा गया है तो किसी तेज के बारे में नहीं है, लेकिन यीशु मसीह के जीवन के द्वारा जो स्वभाव प्रकट हुआ था उसके बारे में लिखा है. അവിടുത്തെ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. वो परमेश्वर की स्वभाव, यीशु मसीह के स्वभाव के बारे में लिखा है. അവിടുത്തെ ഈ ഭൂമിയിൽ ഉപയോഗിച്ച പരിജ്ഞാനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. और इस संसार में यीशु मसीह ने जिस समझ का इस्तेमाल किया उसके बारे में है. ആ ദൈവത്തിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതിന് സമാനമായ വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അനന്യരും പരമാർത്ഥികളുമായി ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ അന്ധകാരത്തിൽ പാർക്കുന്ന, പാപത്തിന്റെ അന്ധകാരത്തിൽ പാർക്കുന്ന ജനത്തിന് നിങ്ങൾ ഒരു വെളിച്ചമായിരിക്കണം, ഒരു ജ്യോതിസായിരിക്കണം, ഒരു ജ്യോതിർഗോളമായിരിക്കണം. और इस तरह परमेश्वर की उस स्वभाव को, उसको दिखाने वाले दर्पण के जैसे हमारे जीवन को बनना है, उसी की समानता में यहाँ लिखा गया है. ऐसे टेढ़े और हठीले लोगों के बीच में परमेश्वर का निष्कलंक संतान बने रहो, जिनके बीच में तुम जीवन की वचन लिए हुए जगत में जलते दीपकों की नाई दिखते रहो. पापी लोगों के बीच में हमें ज्योति के समान प्रकाशमय करते हुए दूसरों के जीवन को ऐसे प्रकाशमान करने वाले हमें किरण से बनना है, ऐसा ज्योति हमको, दीपक हमको बनना है. ഇത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നടക്കത്തില്ല. और ये हमारे अपने प्रयत्न से, हमारे अपने काबिलियत से नहीं होगा. എന്നാൽ കാർമേഘത്തിനകത്തെ ഒരു വെള്ളി വെളിച്ചം പോലെ നമുക്കൊരു ആശ്വാസത്തിന്റെ ചില വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. लेकिन बादल के अंदर वो चमकने वाली बिजली की तरह कुछ वचनों को हम देख पाते हैं. ആമീൻ. തെസ്സലോനിക്കർക്ക് ലേഖനം വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം പഠിക്കുമ്പോൾ पहले तेस्सलोनी उसके 5वें अध्याय को जब हम लेते हैं, ആ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുക. वो वचन जरा हम लोग पढ़ना चाहेंगे.
വേഗത്തിൽ ആ വാക്യം ഞാൻ വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. पहले तेस्सलोनिक 5 में हम ऐसा देखते हैं. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. 5 का 23 शांति का परमेश्वर आप ही तुम्हें पूरी रीति से पवित्र करे और तुम्हारी आत्मा और प्राण और देह हमारे प्रभु यीशु मसीह के आने तक पूरे पूरे और निर्दोष और सुरक्षित रहे. അവിടെ പ്രത്യേകം എടുത്തു സമാധാനത്തിന്റെ ദൈവത്തിനെ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. वहां पर खास कर लिखा गया है केवल शांति का परमेश्वर ही हमें पूर्ण रूप से पवित्र कर सकता है. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹം അശേഷം നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുവാറാകട്ടെ. കാക്കുക എന്നല്ല പറഞ്ഞത്, കാക്കപ്പെടുക എന്നാണ് പറയുന്നത്. वहां पर और तुम्हारी आत्मा और प्राण और देह हमारे प्रभु यीशु मसीह के आने तक पूरे पूरे और निर्दोष सुरक्षित रहे. मतलब सुरक्षा की जाएंगे ऐसा नहीं, वो सुरक्षित है. ദൈവം അത് നമുക്ക് ചെയ്തു തരികയാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. परमेश्वर ये हमको करके देता है ऐसा लिखा है वहां पर. അവിടെയാണ് നിരന്തരമായ പ്രാർത്ഥനയുടെ ആവശ്യം. और वहां पर निरंतर प्रार्थना का जरूरत है. അവിടെയാണ് ലജ്ജ കൂടാതെയുള്ള മുട്ടിക്കലിന്റെ ആവശ്യം. और वहां पर बिना लज्जित होते हुए हमें खटखटाते रहना है. ഈ മുമ്പേ നമ്മൾ കണ്ട സമൂഹവുമായിട്ട് യാതൊരു കോംപ്രമൈസ് ആകാതിരിക്കുന്ന അനുഭവത്തിൽ നമ്മൾ ഹൃദയം കൊണ്ട് തന്നെ മാറ്റം വന്നവരായി നമ്മൾ മാറണമെന്നാണ്. और पहले जो समूह को हमने बताया उस समूह के बीच में हृदय से हमारे अंदर रूपांतर होने वाले लोग बनना है. ചില വാക്കുകൾ പറഞ്ഞ വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. कुछ बातों को बताकर समाप्ति पर लाना चाहूंगा. അത് ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. दूसरा कोरिन्थी 10 में हम पढ़ते हैं हमारी लड़ाई का औजार जो है वो शारीरिक नहीं है. 10-3 മുതൽ 6 വരെയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല എന്ന് പറയുന്നു. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങളുടെ സങ്കല്പങ്ങളെയും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ വിരോധമായി പോകുന്ന സകല ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ ഉള്ളിൽ അനുസരണം തികഞ്ഞു വരണമെന്ന് പറയുന്നു. दूसरा कोरिन्थी 10वां अध्याय 3 से लेके 5वां आयत तक वहां पर ऐसा लिखा है क्योंकि यद्यपि हम शरीर में चलते फिरते हो तो भी शरीर के अनुसार नहीं लड़ते, क्योंकि हमारी लड़ाई के हथियार शारीरिक नहीं पर गड्ढों और डाह देने के लिए परमेश्वर के द्वारा सामर्थी है. सो हम कल्पनाओं को और हर एक ऊंची बात को जो परमेश्वर की पहचान के विरोध में उठती है खंडित करते हैं और हर एक भावना को खेद करके मसीह का अधिकारी बना जाता है, आज्ञाकारी बना देता है. ആമീൻ. അതെ, യെരിഹോ കോട്ട ഇടിച്ചു കളയാൻ നേരം അവിടെ വ്യാപരിച്ചതുപോലെയുള്ള അത്യന്തമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഹൃദയത്തിലെ സങ്കല്പങ്ങളെ പിടിച്ചടക്കണം. പിന്നീട് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന ഉയർച്ചകളെ ഇടിച്ചു കളയണം. പിന്നീട് ഏത് അനാവശ്യമായ വിചാരങ്ങളെയും പിടിച്ചു കെട്ടണം. ഇങ്ങനെ ഹൃദയത്തിൽ അനുസരണം തികഞ്ഞു വന്നിട്ട് ഈ കണ്ട സമൂഹങ്ങളുടെ നടുവിൽ യേശുക്രിസ്തു ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തി സകല പാപങ്ങളുടെ മേലും ജയമുള്ള ജയാളികളായി നമ്മൾ മാറണം. यरीहो दुर्ग को वहां पर उस फोर्ट को जिस तरह से गिराने के लिए सामर्थ्य था, जो शक्ति का इस्तेमाल किया वही शक्ति को यहाँ पर दर्शाते हैं. वो शक्ति पवित्र आत्मा में हमारे अंदर आकर हमारी सारी कल्पनाओं को और हर एक ऊंची बातों को और परमेश्वर की विराट उठाने वाले सब बातों को ढाने के बाद पवित्र आत्मा में हमारे हृदय से हमें आज्ञाकारी बनाते हुए इन सब बातों में हृदय से हमको बदलते हुए परमेश्वर की कल्पनाओं के अनुसार आज्ञाकारी बनकर हमको आगे जीना है. ഈ പാവങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തണം. നമ്മുടെ അടുക്കൽ ആശ്രയിച്ചു വരുന്ന നമ്മുടെ സ്നേഹിതരെ നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കണം. इस पापों से हमें अपने आप को पहले बचाना है और हमारे पास मदद के लिए जो मित्र आते हैं उन मित्रों को भी हमें इससे बचाना है. ആമീൻ. ഇതിന് രണ്ടിനും സഹായകരമായ ശക്തിക്ക് വേണ്ടി ആ സ്നേഹിതൻ മുട്ടിച്ചതുപോലെ ദൈവത്തോട് ദൈവത്തിന്റെ ആത്മാവിന്റെ
അത്യന്ത ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് മുട്ടിപ്പായി അതിന്റെ ഫുൾ ഡോസിൽ കിട്ടുന്നത് വരെ നിരന്തരമായി മുട്ടിച്ച് പ്രാർത്ഥിക്കണം. और इस सामर्थ्य को पाने के लिए उस पवित्र आत्मा की शक्ति, उस बहुतायत में उस शक्ति की पूर्ण डोज हमको मिलने तक, जैसे हमने देखा, हमें खटखटाते हुए हमें निरंतर प्रार्थना में लगा रहना है. അങ്ങനെ നിരന്തരമായി നമ്മൾ മുട്ടിച്ചാൽ ഒരു നിമിഷത്തിൽ ദൈവത്തിന്റെ അത്യന്തമായ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് നമ്മുടെ മേൽ ഈ മൺകൂടാരത്തിനകത്ത് ഇറങ്ങി വരും. और विश्वास करके ऐसा निरंतर अगर हम खटखटाते हैं तो निश्चित तौर पर हम अपेक्षा न करेंगे उस में और उस मात्रा में परमेश्वर की आत्मा की बहुतायत, अपनी ताकत हमारे अंदर वो भर देगा. ആകയാൽ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്ന് പറഞ്ഞത്. इसलिए यीशु मसीह ने कहा, जो हम लोग पवित्र आत्मा को मांगेंगे तो स्वर्गीय पिता कितना अधिक तुम्हें देगा. അതുപോലെ ആ വിധവയെ അസഹ്യപ്പെടുത്തിയതുപോലെ നമ്മൾ അസഹ്യപ്പെടുത്തണം. और जिस तरह से उस विधवा ने उस न्यायी को परेशान किया, वैसे हमें परमेश्वर को परेशान करते रहना है. അസഹ്യപ്പെടുത്താന്ന് പറഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും പ്രാർത്ഥിച്ച് എന്നാൽ അവിടെയും മടുക്കാതെ പിന്നെയും നമ്മൾ ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്നവരാകും. परेशान करने का मतलब है प्रार्थना करते हुए हम थक जाएंगे, लेकिन वहां भी ना थकते हुए और अधिक फिर से निरंतर हमको प्रार्थना करते रहना है. നമ്മളെ നിരന്തരമായി അതേ ശല്യം ചെയ്യുന്ന, ജയം കിട്ടാതെ നമ്മളെ കൊണ്ട് ആവർത്തിപ്പിച്ച് ഹൃദയത്തിൽ നിന്നും പുറത്തുനിന്നുമായി നമ്മളെ കൊണ്ട് തെറ്റിയേൽപ്പിക്കുന്ന ആ ശത്രുവിൽ നമുക്കൊരു വിജയം ആവശ്യമാണ്. निरंतर हमें हमारे अंदर और बाहर से, आत्मा में और मनुष्य में और शारीरिक रीति से हमें हराने वाले उस शैतान के खिलाफ निरंतर प्रार्थना करते हुए उसके ऊपर हमको जय पाना है. സകല പാപങ്ങളേലും പൂർണ്ണ ജയം പ്രാപിച്ച ഒരു വ്യക്തിയെ കുറിച്ചും ബൈബിൾ പറയുന്നില്ലെന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കരുത്. सारे पापों के ऊपर जय ना पाया हुआ ऐसा एक भी व्यक्ति को बाइबल दिखाता नहीं, इसका मतलब ये नहीं हम प्रार्थना ना करें. നാം പാപങ്ങളുടെ മേൽ അതേ ഗിദെയോൻ കുന്ന് 1 കുന്ന് 2 എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ വന്ന സകല ഫെലിസ്ത്യരെയും കൊന്നുപൊടിച്ചതുപോലെ നമ്മളെ അലട്ടുന്ന സകല പാപങ്ങളുടെ മേലും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ ജയം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. गिदोन ने जिस तरह से ढेर 1 ढेर 2 ऐसा करके लोगों को, फिलिस्तियों को मार दिया, बिल्कुल उसी तरह हमारे खिलाफ आने वाली वैरियों के ऊपर हमें जय पाते हुए एक जयवंत मसीह जीवन को बिताना है. അനേകം വിശുദ്ധന്മാരും പാപങ്ങളുടെ മേൽ ജയമില്ലാത്തവരായിരുന്നില്ല, എന്നാൽ അവർ തങ്ങളുടെ ജയം പുറത്തു കാണിക്കാതെ ദൈവകൃപയിൽ മറഞ്ഞിരുന്നവരാണെന്ന കാര്യം മറക്കരുത്. बहुत से भक्त लोगों ने 32 श्लोक पर अपने परमेश्वर पापों के ऊपर जय पाया नहीं, लेकिन वो पाप का प्रदर्शन करने नहीं गए, वो अपने आप को परमेश्वर में छिपाकर अपने आप को सुरक्षित रखे. അവരെല്ലാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. वो सब लोग यीशु मसीह में छिपे हुए थे. ഇനി ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവരെ തേജസ്സിൽ കാണാൻ പോവുകയാണ്. अब जीवित होकर परमेश्वर यीशु मसीह जब प्रकट होगा, हम उसे जीवन रूप देखेंगे. ആകയാൽ ഈ കാര്യങ്ങളെ ഒരു മുൻവിധിയോടെ നമുക്ക് കാണാനിടയാകരുത്. इसलिए इन बातों को किसी पहले की एक बयास रीति से हमको नहीं देखना है. ഏതെങ്കിലും പാപങ്ങളുമായി നമുക്ക് ഇനി ജയമില്ലാതിരിക്കുന്നെങ്കിൽ ആ സാധുവായ വിധവയ്ക്ക് തുല്യമാണ് നമ്മൾ. किसी भी पाप के ऊपर अगर हमारे जय नहीं मिला है, वो गरीब विधवा के जैसा हम लोग है. ആ വിധവ നിരന്തരമായി അസഹ്യപ്പെടുത്തിയതുപോലെ സർവശക്തനായ ദൈവത്തിന്റെ അടുക്കൽ നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മളെ അലട്ടുന്ന പാപങ്ങളുടെ മേലെല്ലാം നിലനിൽക്കുന്ന ഒരു വിടുതൽ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ട്. उस विधवा ने जिस तरह से निरंतर उस न्यायी को परेशान किया, वैसे हमें निरंतर परमेश्वर के पास में जाकर परमेश्वर से गिड़गिड़ाना है, जब तक स्थायी रूप पर हमेशा के लिए हमें उस पाप के ऊपर जय नहीं मिलता. അങ്ങനെ ജയം ലഭിച്ചിട്ട് ദൈവം എന്ന സകല പത്യവചനത്തിലും നമ്മൾ നിലനിൽക്കുന്നവരാകണം. और ऐसे जय पाने के बाद परमेश्वर ने दिया हुआ बिना मिलावट के सच्चे वचन के ऊपर स्थिर दृढ़ से खड़े होने वाले होना है. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, താൻ മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ ഇങ്ങനെ പാപങ്ങളുടെ മേൽ ജയമെടുത്ത് പത്യവചനത്തിലും പത്യ ഉപദേശത്തിലും നിൽക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെ കാണാൻ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. और ये कहने के बाद यीशु मसीह कहते हैं, मनुष्य का पुत्र जब आएगा तो वो देखता है कि ऐसा विश्वास करने वाले पाएंगे या नहीं. നമ്മുടെ ഉള്ളിൽ അതേ ഒരു വലിയ ഉറച്ച വിശ്വാസം ഇന്ന് രാത്രി ഭരിക്കട്ടെ.
हमारे अंदर एक दृढ़ विश्वास आज हमारे अंदर दान करे। അനേക കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. बहुत से विषयों के लिए मैं निरंतर प्रार्थना करने वाला व्यक्ति हूँ। എന്നാൽ എന്നെ നിരന്തരമായി ഉപദ്രവിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു ജയം എനിക്ക് ലഭിക്കേണ്ടതിനായിട്ട് ആവശ്യമുള്ളിടത്തോളം പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി ഞാൻ വേണ്ടതുപോലെ ഇനി പ്രാർത്ഥിച്ചിരുന്നില്ല. ആ ശക്തി എന്റെ മേൽ വരും. അത് വന്നു കഴിഞ്ഞാൽ ഈ പാപങ്ങളുമെല്ലാം ജയമെടുത്ത് ജയാളികളായി ഈ സമൂഹ നടുവിൽ ഒരു ജ്യോതിസിനെ പോലെ നിലകൊള്ളുവാൻ എന്റെ കർത്താവ് സഹായിക്കും. और इस निरंतर मुझे हार देने वाले शैतान के सामने अभी तक मैंने इस तरह से प्रार्थना नहीं किया, लेकिन अभी निरंतर मैं परमेश्वर के लिए उस पवित्र आत्मा की शक्ति के लिए मैं प्रार्थना करूंगा और उस पवित्र आत्मा की शक्ति को पाकर इन तमाम पापों के ऊपर जय पाते हुए इस हटीले और टेढ़े समाज के समूह के बीच में एक ज्योति के समान मैं प्रसर होगा और लोगों को इस प्रकाशन को मैं दूंगा। ഞാനിങ്ങനെ പറഞ്ഞ് രാത്രി അവസാനിപ്പിക്കട്ടെ. ऐसा कहकर मैं इसको समाप्त करना चाहूंगा। നമ്മുടെ കർത്താവായ യേശുവിന്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ हमारे यीशु मसीह के देवदार होकर इस संसार में सामूहिक जीवन में 40 ദിവസം ഉപവസിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയാണ് ജീവിതത്തിലേക്കും ശുശ്രൂഷയിലേക്കും മടങ്ങി വന്നത്. 40 दिन और रात उपवास करने के बाद पवित्र आत्मा की सामर्थ्य के साथ अपनी सेवकाई और जीवन की ओर लौट आया। കിരാതന്മാരായ യഹൂദന്മാരുടെയും റോമൻ പട്ടാളക്കാരുടെയും പീഡകളെ ദൈവകൃപയിൽ നിന്ന് അതിജീവിക്കുവാൻ വേണ്ടി കർത്താവ് അത് യെരൂശലേമിൽ പ്രാർത്ഥന മറന്നു പോകരുത്. बराबर यहूदियों का और रोमर की जो सेना है, उनकी जो पीड़ा है, उस पीड़िताओं को उनके क्लेश को सहने के लिए गतसमना की वाटिका में यीशु मसीह ने जो प्रार्थना किया, उस प्रार्थना को नहीं भूलना। മത്തായി 26:39 വായിക്കുമ്പോൾ അതേ കാര്യം തന്നെ പറഞ്ഞ് മറുപടി കിട്ടുവോളം ആവർത്തിച്ച ഒരു കാര്യത്തിന് വേണ്ടി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. मत्ती के सुसमाचार 26 में हम देखते हैं, प्रार्थना करके जब उत्तर नहीं मिला, उसी चीज के लिए 3 मर्तबा प्रार्थना किया, ऐसा हम उसमें पढ़ते हैं। ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി കൂടെ ജപനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ശത്രുവിന്റെ കയ്യിൽ പെടാതെ, ശത്രുവിന്റെ കയ്യിൽ ജയത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി, പാപം കൂടാതെ വിഷയങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നാണ് നമ്മൾ കാണുന്നത്. भौतिक विषयों के लिए बार बार प्रार्थना किया, ऐसा हम वहां नहीं देखते, लेकिन शैतान के ऊपर जय पाने के लिए, उस मकसद में कामयाब होने के लिए, पाप के ऊपर जय पाने के लिए और इन तमाम बातों के ऊपर जयवंत होने के लिए पवित्र आत्मा की सामर्थ्य के लिए प्रार्थना किया, ऐसा हम वहां देखते हैं। അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും തന്നെ പിതാവായി അഭിഷേകം ചെയ്തു അപ്പോസ്തല പ്രവൃത്തി 10:38 നമ്മൾ വായിക്കുന്നു. प्रेरितों का काम 10:38 में हम पढ़ते हैं, इस तरह से पवित्र आत्मा से और सामर्थ्य से परमेश्वर ने वहां पर यीशु मसीह को अभिषेक किया, हम पढ़ते हैं। സോ ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ऐसा कह के समाप्त करना चाहूंगा। നമുക്ക് സൂം മീറ്റിംഗുകളായി ചില മണിക്കൂറുകൾ മാത്രം നാം വചനം കേൾക്കുന്നവരാണ്. जूम मीटिंग में केवल कुछ क्षणों के लिए हम वचन को सुनते हैं। നമ്മുടെ ഭവനങ്ങളിൽ ശാന്തമായ സമയങ്ങൾ വേർതിരിച്ച് हमारे घरों में शांत समय को अलग करते हुए മറ്റു പല വിഷയങ്ങളും ധാരാളം നമ്മൾ പ്രാർത്ഥിച്ചവരാണ്. और ऐसे बहुत से विषयों के लिए हमने बहुत प्रार्थना किया है। ആ വക വിഷയങ്ങളൊക്കെ ഒരു തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ട് उन विषयों को कुछ समय के लिए हटा के रखे കർത്താവേ ഈ വചനങ്ങളെ അതിന്റെ നിലയിൽ പ്രമാണിച്ചുകൊണ്ട് ജയാളിയായി പാപങ്ങളെ നിരന്തരമായി ജയിക്കുന്ന ഒരു ജയാളിയായി നിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഉയരത്തിലെ ആത്മാവിന്റെ അത്യന്തമായ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. എന്റെ മുമ്പിൽ നീ അയക്കുന്ന വ്യക്തികളെ ഫലപ്രദമായി ശുശ്രൂഷിക്കുവാൻ തക്കനുള്ള ഒരു പ്രത്യേക അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ആത്മനിറവിനും അഭിഷേകത്തിനും വേണ്ടി മാത്രം സമയമെടുത്ത് തൃപ്തികരമായ നില അത് കിട്ടുന്നവരെയും നിരന്തരമായി മടുത്തുപോകാതെ കർത്താവ് പിന്നെയും ആവർത്തിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിച്ച് ആ ശക്തിയെ നമുക്ക് ആർജിച്ചെടുക്കാം. और हम इस तरह से प्रार्थना करें जो हमारी बाह्य विषयों को छोड़कर परमेश्वर की आत्मा के लिए और परमेश्वर की सामर्थ्य को पाने के लिए निरंतर हम प्रार्थना करें। यदि तमाम पाप जो मुझे हराता है, उन तमाम पापों के ऊपर जय पाने के लिए परमेश्वर की शक्ति की पूर्णता जब तक से हमें तृप्त होने जैसा नहीं मिलता, उस समय तक परमेश्वर के निरंतर हम प्रार्थना करते रहे और उस आत्मा को पाते हुए मेरे सामने जो भी व्यक्ति आता है उसको परमेश्वर का वो
प्रकाशन देने के लिए, सामर्थ्य बनाने के लिए बार बार परमेश्वर से हम प्रार्थना करते रहे और इस तरह से उसका आत्मा की सामर्थ और आत्मा की अभिषेक को पाते हुए पापों के ऊपर जयवंत होकर ऐसा जयाली जीवन को जीने के लिए प्रभु हमारी सहायता करे। ऐसा पूर्ण विश्वास के साथ, विश्वास योग्यता के साथ परमेश्वर के साथ हम विनती और प्रार्थना निरंतर करते रहे। ആമേൻ. നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വാസത്താൽ ഇങ്ങനെ കാണാം, ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വ്യക്തിപരമായും എന്നെ കുടുംബമായും എന്റെ തലമുറയോടുകൂടെ സഭയായി ആളു മാറിയതുപോലെ ആത്മാവിൽ അവൻ ഞങ്ങളിൽ വ്യത്യാസം വരുത്തുന്നു എന്നുള്ളത് हम विश्वास करके ऐसा प्रार्थना करेंगे, इस उपवास की प्रार्थना में मुझे, मेरे परिवार को, मेरे बच्चों को समेत एक आज बदला हुआ व्यक्ति के समान उपवास के उपरांत हम देखेंगे। ऐसा हम विश्वास करें। പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. पवित्र आत्मा हमारी सहायता करने पाए।